ഇന്ത്യൻ ഐ ടി സെക്ടറിലെ വർക്ക് കൾച്ചറും ഐറിഷ് ഐ ടി വർക്ക് കൾച്ചറും എങ്ങനെയാണ് കാണുന്നത്? ആക്ച്വലി ശരിക്കും ഭയങ്കര വ്യത്യാസമുണ്ട്. കുറ്റം പറയുന്നതല്ല, ബട്ട് സ്റ്റിൽ ഇന്ത്യൻ ഒരു വർക്ക് കൾച്ചർ എന്ന് പറയുന്നത് ഭയങ്കര പ്രഷറൈസ്ഡ് വർക്ക് കൾച്ചറാണ്. നമുക്ക് നോർമലി ഉള്ള വർക്ക് ലോഡിലും കൂടുതൽ തന്നെയാണ് നമുക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തരുന്നത്. പക്ഷേ അത് നമ്മൾ അത്രയും പെട്ടെന്ന് അത് റിയലൈസ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ നമ്മുടെ ഒരു ഐ ടി കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് നമ്മൾ ഇങ്ങനെ തന്നെയാണ്. 2026 ഏത് ടൈപ്പ് ഓഫ് കോഴ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ സ്കോപ്പ്? റിലേറ്റഡ് ആയിട്ടുള്ള കോഡിങ്, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ്, ക്ലൗഡ് റിലേറ്റഡ്, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ ഡാറ്റാ സെൻറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ്, ഇതിനെല്ലാം നല്ല സ്കോപ്പ് തന്നെയാണ് ഉള്ളത്. ജസ്റ്റ് ഫ്രഷ് ആയിട്ട് ആദ്യമായിട്ട് ഞാൻ ഇവിടെ കോഴ്സ് പഠിക്കുന്ന സോഫ്റ്റ്വെയർ ഞാൻ പഠിച്ചിറങ്ങിയ വഴി എനിക്ക് ജോബ് കിട്ടില്ല. ഹലോ ഗൈസ്, അജു ഹിയർ. വെൽക്കം ടു ഫ്രെയിമെക്സ് എഫ് ടോക്സ് പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അയർലാൻഡിലെ ഐ ടി ജോബ് സെക്ടറിലെ സ്കോപ്സ് ആണ്. സ്കോപ്പ് ഓഫ് ഐ ടി സെക്ടർ ഇൻ അയർലാൻഡ് 2026 ആണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അയർലാൻഡിൽ 4 വർഷമായി സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന ജോമോൾ ജോസ് ആണ്. നമ്മുടെ ജോ ആണ്. ചേച്ചി, വെൽക്കം ടു ഫ്രെയിമെക്സ് സ്റ്റുഡിയോസ് പോഡ്കാസ്റ്റ് ഷോ. താങ്ക് യു സോ മച്ച്. എന്തൊക്കെയുണ്ട്? നന്നായി പോകുന്നു, സുഖം. ഓക്കെ ചേച്ചി, ഇവിടെ വന്നിട്ട് 4 വർഷമായിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അതെ. അപ്പം ഇന്ത്യയിലാണ് മുന്നേ വർക്ക് ചെയ്തത്. അതെ. അപ്പം ചേച്ചി എങ്ങനെയാണ് ഇവിടേക്ക് എത്തിപ്പെട്ടത്? അതൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. തീർച്ചയായിട്ടും. ഞാൻ ഇന്ത്യയിലായിരുന്ന സമയത്ത് ഞാൻ ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും അതുപോലെ തന്നെ ബാംഗ്ലൂരും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 8 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുൻപ്. ഇപ്പം ടോട്ടൽ അറൗണ്ട് 12 years ഓഫ് എക്സ്പീരിയൻസ് ആയി സോഫ്റ്റ്വെയറിൽ. ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. അപ്പോൾ ഇപ്പം നാട്ടിൽ ഒരു 8 years ആയിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് ഇൻഫോ പാർക്കിലായിരുന്നു ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ നമുക്ക് നാട്ടിൽ നിന്ന് ജോബ്സ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി എന്നൊക്കെ പറയുന്നത് ആ സമയത്ത് ഭയങ്കര കുറവാണ്, പൊതുവേ കുറവാണ്. നമുക്ക് ഡയറക്റ്റ് ജോബ് അപ്ലൈ ചെയ്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടുത്തെ കമ്പനീസ് സ്പോൺസർഷിപ്പ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ വരാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഓൺ സൈറ്റ് ഓപ്പർച്യൂണിറ്റീസ് അത് കമ്പനീസിൽ നിന്ന് നമുക്ക് പോകാൻ പറ്റും. അത് ഡിപ്പെൻസ് ഓൺ കമ്പനീസാണ്. നമുക്ക് ചില ഡിപ്പെൻസ് ഓൺ ദ പ്രോജക്ട്സിൻ്റെ ബേസിസിൽ ചിലപ്പോൾ നമുക്ക് ഓൺ സൈറ്റ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ നമുക്കിങ്ങനെ പെർമനൻ്റ് ആയിട്ട് നമുക്കൊരു ഇന്ത്യക്ക് പുറത്തേക്ക് നമുക്ക് പോകാനൊന്നും നമുക്ക് അധികം നമുക്കത് പറ്റുന്ന കാര്യമല്ല. അത് ആക്ച്വലി ഇച്ചിരി ഡിഫിക്കൽട്ടാണ് നാട്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ. ഓക്കെ, എന്തുകൊണ്ടാണ് അയർലാൻഡ് എന്ന് പറഞ്ഞ കൺട്രി ചൂസ് ചെയ്യാൻ കാരണം? അങ്ങനെ ഒരു സ്പെസിഫിക് കൺട്രി ആയിട്ടല്ലായിരുന്നു ഞാൻ ചൂസ് ചെയ്തത്. ആക്ച്വലി ഇപ്പോൾ അയർലൻഡ് സ്പെസിഫിക് ആയിട്ടല്ല ഞാൻ ജോബ്സ് നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ ആക്ച്വലി അയർലൻഡ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇനീഷ്യലി. കാരണം ഞാൻ ലിങ്ക്ഡിനിൽ ഞാനിങ്ങനെ ജോബ്സ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ UK, അതുപോലെ തന്നെ നെതർലാൻഡ്സ്, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, US, അങ്ങനത്തെ കുറച്ച് കാനഡ, ഇങ്ങനത്തെ കൺട്രീസാണ്. കാരണം നമ്മൾ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് കൂടുതലും. അന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ UK കൂടുതൽ പോവാൻ, UK അങ്ങനത്തെ ഒരു മെയിൻ കൺട്രീസാണ്. അതെ, മെയിൻ കൺട്രീസ് അങ്ങനെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ജോബ് ആപ്ലിക്കേഷൻസ് അയക്കുമ്പോൾ എനിക്ക് റിജക്ഷൻ മെയിൽസ് ആണ് വന്നുകൊണ്ടിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി വി ആർ നോട്ട് പ്രൊസീഡിങ് ഫർദർ എന്ന് പറഞ്ഞിട്ട് ഡെയിലി മെസ്സേജസ് വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഞാൻ ഡെയിലി മേ ബി ഒരു 50+ ആപ്ലിക്കേഷൻസ് ഞാൻ അയക്കും. ഞാൻ ഇങ്ങനെ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 1 hour ഞാൻ അതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഞാനിങ്ങനെ ആപ്ലിക്കേഷൻസ് അയക്കുമായിരുന്നു. ഇപ്പോൾ ചിലതൊക്കെ നമുക്ക് ലിങ്ക്ഡിനിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈസി അപ്ലൈ ആണ്. അത് ജസ്റ്റ് നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ റെസ്യൂമെ അപ്ലോഡ് ചെയ്താൽ കഴിഞ്ഞു. പക്ഷേ മിക്കതും അത് ശരിക്കും പറഞ്ഞാൽ ഒരു 25% ഉള്ളൂ. ബാക്കി കൂടുതലും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ഇൻഡിവിജ്വൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ അതിൽ ഡീറ്റെയിൽസ് മൊത്തം കൊടുത്ത്, അതുപോലെ തന്നെ കവർ ലെറ്റേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓൾമോസ്റ്റ് എല്ലാ ജോബ്സിനും എനിക്ക് ചോദിച്ചിട്ടുണ്ട് കവർ ലെറ്റർ. അപ്പോൾ എനിക്ക് അറിയില്ല കവർ ലെറ്റർ എന്താണെന്ന്. അപ്പോഴാണ് ഞാൻ ആക്ച്വലി കവർ ലെറ്റർ പോലും ക്രിയേറ്റ് ചെയ്യുന്നത്.
പിന്നെ റെസ്യൂം അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അത് തന്നെ ആക്ച്വലി ഒരു 10 to 15 മിനിറ്റ്സ് നമുക്ക് എടുക്കും ഒരു പ്രൊഫൈല് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മളൊരു ജോബ് അപ്ലൈ ചെയ്യാൻ പോലും. സോ അങ്ങനെ ഞാനിങ്ങനെ ഡെയിലി ഞാൻ അപ്ലൈ ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്ക് കണ്ടിന്യൂസ്ലി റിജക്ഷൻ മെയിൽസ് ആണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മളും മടുക്കും. നമ്മൾ വിചാരിക്കും എന്താണിത്, എത്ര അയച്ചിട്ട് ഒരു ഇതില്ലല്ലോ എന്നുള്ളൊരു തോട്ട് നമുക്ക് വരും. പക്ഷേ എന്നാൽ പോലും ഞാൻ അങ്ങനെ അയച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട്, ആൾ UK വർക്ക് ചെയ്യുന്നതും ഫാമിലിയായിട്ട് സെറ്റിൽഡാണ്. അപ്പോൾ ആളാണ് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞത്, നീ അവളുടെ അടുത്ത് പറയൂ അയർലൻഡിൽ ഒന്ന് നോക്കാൻ. കാരണം അയർലൻഡിൽ കുറച്ചുകൂടെ IT റിലേറ്റഡ് ഹബ്ബാണ്. അപ്പം നീ അവളുടെ അടുത്ത് അയർലൻഡിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന് കുറച്ചുകൂടെ സ്കോപ്പ് അയർലൻഡിലുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് ഹസ്ബൻഡ് പറഞ്ഞു, നീ അയർലൻഡും കൂടെ ഒന്ന് നിൻ്റെ ജോബ് ഫിൽറ്ററിൽ നീ അതും കൂടെ ഒന്ന് ഇട്ടിട്ട് നീ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അയർലൻഡ് വന്നു. എന്നിട്ടും ഞാനിങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നു, നമുക്ക് റിജക്ഷൻ മെയിൽസ് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു മോർ ദാൻ 100-150+ റിജക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. അത്രയും റിജക്ഷൻ മെയിൽസ് വന്നിട്ടുണ്ട്. അങ്ങനെ ഇരുന്ന സമയത്ത് ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ഒരു ദിവസം പെട്ടെന്ന് ഇവിടുന്ന് ഒരു +353 എന്ന് പറഞ്ഞ ഒരു കോള് വരുന്നു. അങ്ങനെ ഞാൻ ജസ്റ്റ് അറ്റൻഡ് ചെയ്ത സമയത്ത് അവർ പറഞ്ഞു, ഇങ്ങനെ അലിയൻസിൽ നിന്നാണ് കോള്, അലിയൻസ് അയർലൻഡിൽ നിന്നായിരുന്നു വിളിച്ചത്, ഇങ്ങനെയാണ് ജോബ് ഒരു 1 മിനിറ്റിലുള്ള ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഇത്, നിങ്ങൾക്ക് ഇതിൻ്റെ പാക്കേജും കാര്യങ്ങളും എല്ലാം പറഞ്ഞു, നിങ്ങൾക്കത് പ്രൊസീഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണോ? അതെ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ, ഫസ്റ്റ് ചോദിച്ചത് അതാണ് മെയിനായിട്ട്, നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഓഫ് കോഴ്സ്, കാരണം നമ്മൾ ഇത്രയും അയച്ചിട്ട് നമുക്കിത് കിട്ടുക എന്ന് പറയുന്നത്, നമുക്കൊരു കോള് കിട്ടുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയൊരു കാര്യമാണ്. നമ്മൾ ക്ലിയർ ആവൂ ഇതൊന്നും നമുക്ക് അറിയില്ല, ബട്ട് സ്റ്റിൽ നമുക്കൊരു കോള് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ഇതായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെ യെസ് പറഞ്ഞ്, അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, എന്നാൽ ഞാൻ HR പറഞ്ഞു ഞങ്ങൾ ഇത് ഷെഡ്യൂൾ ചെയ്യാം, ഫസ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് ഒരു കപ്പിൾ ഓഫ് റൗണ്ട്സ് ഓഫ് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഇൻ്റർവ്യൂസ് എല്ലാം ക്ലിയറായി, ഇനി ഞങ്ങൾ സ്പോൺസർഷിപ്പിന് വിസയ്ക്ക് വേണ്ടി ഞങ്ങൾ അവിടുന്ന് കൊടുക്കുവാണ്. ക്രിട്ടിക്കൽ സ്കിൽ, അപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെൻ്റ് ആണ്, അപ്പം അതുകൊണ്ട് തന്നെ സ്പൗസിന് നിങ്ങൾക്ക് 2 പേർക്കും വിസ വെക്കാം എന്നവർ പറഞ്ഞു. അങ്ങനെ ഒരു ഏപ്രിലായ സമയം, എനിക്കൊരു ഫെബ്രുവരിയിലാണ് ഫസ്റ്റ് കോള് വരുന്നത്. അതിനുശേഷം മാർച്ചിൽ ഫുള്ള് ഇൻ്റർവ്യൂസ് ആയിരുന്നു. പിന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ടെൻഷനാണ്, നമുക്ക് ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ചെയ്തോ ഇതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞ ഒരു 1 വീക്കൊക്കെ എടുത്തു. മീൻസ് നമ്മുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് നമ്മളോട് ഓക്കെ ഫസ്റ്റ് റൗണ്ട് നിങ്ങൾ ക്ലിയർ ചെയ്തു എന്ന് പോലും പറയുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് ടെൻഷനാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ചിലപ്പം കിട്ടാത്ത കാരണമായിരിക്കും അവർ വിളിക്കാത്തതെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഇരുന്ന സമയത്താണ് പിന്നെ സെക്കൻഡ് റൗണ്ടിന് വിളിച്ചു. സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞിട്ടും പിന്നെ നമുക്ക് ടെൻഷൻ കൂടും. കാരണം നമ്മൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, ഇപ്പം ആദ്യത്തെ റൗണ്ടിൽ തന്നെ നമ്മൾ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ സെക്കൻഡ് റൗണ്ടും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി റിജക്റ്റ് ആവുന്നെങ്കിലോ. അങ്ങനെ ഇരുന്ന സമയത്താണ് പിന്നെ ഏപ്രിലായപ്പോൾ ഏപ്രിൽ ഒരു ഫസ്റ്റ് വീക്കിൽ അവർ വിളിച്ചിട്ട് കൺഫേം ചെയ്തു, ഇങ്ങനെ സെലക്ട് ആയിട്ടുണ്ട്, അപ്പോൾ ബാക്കി വിസയുടെ പ്രോസസ്സ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും സമാധാനമായി. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്, അപ്പം ഞാനിങ്ങനെ മൂവ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പേപ്പർ ഇട്ടു, ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു. പക്ഷേ അപ്പോൾ അവർ കുറേ എന്നെ നിർബന്ധിച്ചു, നിൽക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു അങ്ങനെ ഒരു അബ്രോഡ് ഓപ്പർച്യൂണിറ്റിയാണ് നോക്കുന്നതെങ്കിൽ ഞങ്ങൾ ഓൺ സൈറ്റ് തരാം എന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന UK ബേസ്ഡ് ഫുട്ബോൾ ക്ലബിൻ്റെ FAയുടെ ഫുട്ബോൾ ക്ലബിൻ്റെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. സോ അപ്പം UK ആയിരുന്നു നമുക്ക് കൂടുതലും അന്ന് ഓൺ സൈറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നത്. അപ്പം അവർ പറഞ്ഞു ഞങ്ങൾ ഓൺ സൈറ്റ് ഓപ്പർച്യൂണിറ്റി തരാം, അങ്ങനെ നിങ്ങൾ അബ്രോഡാണ് നോക്കുന്നതെങ്കിൽ. പക്ഷേ ഇത് ആക്ച്വലി അത് മാത്രമല്ലല്ലോ, നമുക്ക് വൺസ് ഇൻ എ വൈൽ നമ്മളത്രയും എന്താ പറയുക, നമ്മൾ ഒരു ഡ്രീം കം ട്രൂ എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ഇത്. കാരണം നമുക്കത് ഈസി കിട്ടുന്ന ഒരു കാര്യമല്ല, നമുക്ക് നാട്ടിൽ നിന്ന് നമുക്ക് ജോലി കിട്ടുക എന്ന് പറയുന്നത്. കാരണം ഇന്നിപ്പം എത്രയോ ആൾക്കാർ അവിടുന്ന് പഠിക്കാൻ വേണ്ടി വരുന്നു. തീർച്ചയായും നമ്മുടെ പോഡ്കാസ്റ്റ് തന്നെ ആൾക്കാർ പഠിച്ചിട്ട് സ്ട്രഗിൾ ചെയ്ത് കിട്ടിയ ആൾക്കാരുണ്ട്, കിട്ടാത്ത ആൾക്കാരുണ്ട്. അപ്പം
അതെ, അതാണ് മെയിനായിട്ട്. അപ്പം ഞാനും അന്ന് അവിടെ പറഞ്ഞതും അത് തന്നെയാണ്. കാരണം ഇത് നമുക്കങ്ങനെ ഈസി അല്ലല്ലോ. നമുക്ക് നാട്ടിൽ നിന്ന് നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കിട്ടുക തീർച്ചയായും എന്ന് പറയുന്നത് ലൈഫ് ഈസി അല്ല. ടൈമുള്ള ഒരു അതെ, അതുകൊണ്ട് എന്തായാലും ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ റെസിഗ്നേഷൻ ഇട്ടത്. എന്നിട്ടും ഇവർ വിസയ്ക്ക് അപ്ലൈ ചെയ്തു എന്ന് പറയുമ്പോഴും നമുക്ക് നമ്മുടെ മൈൻഡിലൊരു സെക്കൻഡ് തോട്ട് ഉണ്ട്. കാരണം വിസ കിട്ടുമോ, വിസ കിട്ടുമോ ഇല്ലയോ എന്ന്. സോ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ബാക്കപ്പിന് ഞാനൊരു ഇപ്പം ഞാൻ ഓൾറെഡി റിസൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് തിരിച്ചു പോകാം, അതൊരു പ്രശ്നമില്ല. ബട്ട് സ്റ്റിൽ ഞാനൊരു ബാക്കപ്പിന് ഞാൻ വേറൊരു ജോബും കൂടെ ഞാൻ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ ബാംഗ്ലൂർ ഹണിവെല്ലിലേക്ക് ഞാൻ ഒരു ഓഫർ ലെറ്റർ ഞാൻ മേടിച്ചു വെച്ചു. കാരണം ഇൻ കേസ് എനിക്ക് വിസ റിജക്റ്റ് ആയി എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു ഇത് വന്നതുകൊണ്ട്. പക്ഷേ ദൈവം സഹായിച്ച് ഒരു ജൂൺ 20 ആയപ്പോഴത്തേക്ക് എനിക്ക് വിസ വന്നു. കാരണം വിസയ്ക്ക് ഞാനും ഹസ്ബൻഡും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കൊടുത്തത്. കാരണം ക്രിട്ടിക്കൽ സ്കില്ല് നമുക്ക് സ്പൗസിനെയും കൂടെ കൊണ്ടുവരാൻ പറ്റുന്നത് കൊണ്ട്. ഹസ്ബൻഡും അന്ന് ഇവിടെ ട്രിവാൻഡ്രത്ത് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ആളും റിസൈൻ ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ്. അങ്ങനെ ഒരു ജൂലൈയിൽ ഞങ്ങൾ അയർലൻഡിൽ 2022 ജൂലൈയിൽ ഞങ്ങൾ അയർലൻഡിലെത്തി. ഫൈനലി ഞങ്ങൾ സ്റ്റുഡിയോയിലെത്തി. അപ്പം ഞാൻ ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ 8 വർഷത്തോളം ചേച്ചി ഇന്ത്യൻ വർക്ക് കൾച്ചറിലായിരുന്നു വർക്ക് ചെയ്ത്. അപ്പം ഇന്ത്യൻ IT സെക്ടറിലെ വർക്ക് കൾച്ചറും ഐറിഷ് IT വർക്ക് കൾച്ചറും എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് ഫീൽ ചെയ്തത്? അത് ആക്ച്വലി ശരിക്കും ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മളത് ഇത് പറയുമ്പോൾ ചിലപ്പം എന്താ പറയുക, നമ്മൾ കുറ്റം പറയുന്നതല്ല. ബട്ട് സ്റ്റിൽ ഇന്ത്യൻ ഒരു വർക്ക് കൾച്ചർ എന്ന് പറയുന്നത് ഭയങ്കര പ്രഷറൈസ്ഡ് വർക്ക് കൾച്ചറാണ്. കാരണം നമ്മൾക്ക് എന്താ പറയുക, ഇപ്പം നമുക്ക് നോർമലി നമ്മളൊക്കെ ഒരു ഇത് ചെയ്യുന്നത്, നമ്മളൊരു സ്പ്രിൻറ്റിൽ ഒരു ടാസ്ക് നമുക്ക് അസൈൻ ചെയ്ത് തരുന്നത്. ഈ സ്പ്രിൻ്റ് അത് 2 വീക്സിൻ്റെ ഒരു സ്പ്രിൻ്റ് ആയിരിക്കും. ആ 2 വീക്സിലാണ് നമുക്ക് ഈ പർട്ടിക്കുലർ ഇത്രയും നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ആക്ച്വലി നമുക്ക് അതിലും കൂടുതലാണ് തരുന്നത്. നമുക്ക് നോർമലി ഉള്ള വർക്ക് ലോഡിലും കൂടുതൽ തന്നെയാണ് നമുക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തരുന്നത്. പക്ഷേ അത് നമ്മൾ അത്രയും പെട്ടെന്ന് അത് റിയലൈസ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ നമ്മുടെ ഒരു IT കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്തു വരുന്നത്. അതെ, നമ്മളിങ്ങനെയാണ് ചെയ്തു വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നമ്മളത് റിയലൈസ് ചെയ്യില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ കൾച്ചർ, ഇങ്ങനെ ആയിരിക്കും ആ ഒരു വർക്ക് കൾച്ചറിന് നമ്മളങ്ങ് വിശ്വസിച്ച് നമ്മൾ അതിൻ്റെ കൂടെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇങ്ങനെയല്ല. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവർ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് വെറുതെ പറയുന്നതല്ല. നമുക്ക് ആക്ച്വലി വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു ടാസ്ക് തന്നു, നമുക്കത് ചെയ്ത് തീർക്കാൻ വിത്തിൻ ടൈം ഫ്രെയിമിൽ പറ്റിയില്ല, ഇവിടെ ഒന്നും പറയില്ല. ഇവരാരും ഒന്നും പറയില്ല. ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾ അടുത്ത ഇതിൽ ചെയ്താൽ മതി. ഇവിടെ ആരും ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കമ്പനിയിലാണെങ്കിലും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും എല്ലാം ഞാൻ സംസാരിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്. ലൈക്ക് ആരും നമ്മളെ പ്രഷർ ചെയ്യില്ല, ഇത് തീർക്കണം, ഈ ദിവസം തീർക്കണം, ഈ ടാർഗറ്റിൽ തീർക്കണം, അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ കംഫർട്ടാണ്. പക്ഷേ ഓഫ് കോഴ്സ് പ്രൊജക്റ്റിനൊരു ടൈം ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ എന്നും പറഞ്ഞ് ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിവിടെ കുറച്ചും കൂടെ നമ്മൾ സ്പീഡായിരിക്കും നമ്മുടെ കാര്യങ്ങൾ. കാരണം ഇവിടെ ചിലപ്പോൾ നമ്മൾ ഒരു 3 ദിവസം ചെയ്യേണ്ട ഒരു വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതൊരു 1.5 ദിവസം കൊണ്ട് നമ്മൾ തീർക്കും. കാരണം ഇങ്ങനെയാണ് നമ്മളെ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ നമ്മളിങ്ങനെയാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് ഓക്കെ, ഇവർ പറയും 3 ദിവസത്തിൽ ചെയ്താൽ മതി. അതിന് പ്രൊഡക്ടിവിറ്റിക്ക് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? അതായത് ഇപ്പം ഞാൻ 3 ഡേയ്സ് എടുത്ത് ചെയ്യേണ്ട ഒരു വർക്ക് ഞാൻ 1.5 ദിവസം കൊണ്ട് എടുത്ത് ചെയ്യുമ്പം അതിൻ്റെ പ്രൊഡക്ടിവിറ്റിയും 3 ഡേയ്സ് എടുക്കുമ്പോഴും അതിൻ്റെ പ്രൊഡക്ടിവിറ്റിക്കും എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്യാറുണ്ടോ? ഡിഫറൻസ് അതാ ഞാൻ പറഞ്ഞത്. കാരണം ഇതിവിടെ ഇപ്പം നമ്മുടെ ഒരു കേസിൽ നമ്മളൊരു ഡെവലപ്പർ മാത്രമല്ലല്ലോ. ഒരു പ്രോജക്റ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ഓണേഴ്സ് ഉണ്ടാവും, സ്ക്രം മാസ്റ്റേഴ്സ് ഉണ്ടാവും. സോ പ്രോഡക്റ്റ് ഓണേഴ്സ് ആയിരിക്കും, BAs ആയിരിക്കും ക്ലയൻറ്റുമായിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടാവുന്നത്. അപ്പം നമുക്കിങ്ങനെ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു വർക്ക് അവരായിരിക്കും നമ്മളടുത്ത് കൊണ്ടുവരുന്നത്. ഇങ്ങനെയാണ്, നമുക്കിത് ചെയ്യണം, ഇതിൽ ടൈം ഫ്രെയിമിൽ ചെയ്ത് തീർക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവരെപ്പോഴും
അവർക്ക് എപ്പോഴും ഇതെന്താ ക്ലയൻറ്റിന് എപ്പോഴും നമ്മൾ എത്ര പെട്ടെന്ന് ചെയ്തു തീർക്കുന്നതോ അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇവിടെ കൂടുതലും നമ്മുടെ കംഫർട്ടും കൂടെ നോക്കിയിട്ടാണ്. കാരണം നമുക്കത് പറ്റില്ല. ഇപ്പം 3 ദിവസത്തെ സ്റ്റോറി ഉണ്ട് അതെന്ന് നമ്മൾ പറയുകയാണ്. അത് നമ്മൾ ഡെവലപ്പറാണ് പറയുന്നത്. നമ്മളൊരു ടാസ്ക് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് എത്ര ദിവസത്തെ വർക്ക് ഉണ്ട് എന്നുള്ളത്. 3 ദിവസത്തെ വർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ 3 ദിവസം പറഞ്ഞാൽ ആ 3 ദിവസം കഴിഞ്ഞിട്ടേ ഇവിടെ നമ്മളോടൊരു ക്വസ്റ്റ്യൻ വരുള്ളൂ. എന്തേത് തീർന്നില്ലേ, എന്തുകൊണ്ടാണ് തീരാത്തത്, അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്തതിലും കൂടുതൽ വർക്ക് ഉണ്ടോ. ചില സ്റ്റോറീസ് നമുക്ക് അങ്ങനെയാണ്. നമ്മൾ ചിലപ്പം ഇനീഷ്യലി നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുമ്പം നമുക്ക് ചിലപ്പോൾ 3 ദിവസത്തെ വർക്കേ കാണുള്ളൂ. പക്ഷെ ചിലപ്പോൾ നമ്മൾ അതുമേ വർക്ക് ചെയ്യാൻ ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഡിപ്പെൻഡൻസീസ് വരുന്നത്. അങ്ങനെ ചിലപ്പോൾ അത് കുറച്ചുകൂടി ഒരു എഫേർട്ട് കൂടി അതൊരു 5 ദിവസത്തിലേക്ക് ചിലപ്പോൾ നീങ്ങാം. അങ്ങനെയുണ്ടെങ്കിൽ നമുക്കിവിടെ പറയാം, നമുക്കിവിടെ പറഞ്ഞ് നമുക്കത് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ അങ്ങനെയല്ല ആക്ച്വലി. കാരണം നമുക്ക് എന്താ അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ കാരണം നമുക്ക് നമ്മളോട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അവിടെ കുറേ ചോദ്യങ്ങളുണ്ടാവും. എന്തുകൊണ്ട് തീർന്നില്ല, അത് മേ ബി ചിലപ്പോൾ നമ്മുടെ എഫിഷ്യൻസീനെ വരെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാം അവർ. കാരണം നിങ്ങൾ ചിലപ്പോൾ പറയും, കാരണം നിങ്ങളല്ലേ ഇത് എസ്റ്റിമേറ്റ് ചെയ്തത്, അപ്പം നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്തപ്പോൾ നിങ്ങളെന്തേ അത് ശ്രദ്ധിക്കാഞ്ഞത്. ആ രീതിയിൽ നമ്മുടെ എഫിഷ്യൻസീനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അങ്ങനത്തെ പ്രഷറൈസ്ഡ് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അപ്പം മൊത്തത്തിൽ ഞാൻ പറയുക വെച്ചാൽ ഇന്ത്യയും അതുപോലെ തന്നെ അയർലൻഡ് എന്ന് ഞാൻ പറയത്തില്ല, ഏതൊരു യൂറോപ്യൻ കൺട്രീസിലാണെങ്കിലും ബേസിക്കലി വർക്ക് ലൈഫ് ബാലൻസ് ആണ് മെയിൻ ഒരിത്. ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വർക്ക് ലൈഫ് ബാലൻസ് ആണ്. കാരണം നമുക്ക് വർക്ക് ചെയ്യാം, അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഫാമിലി ലൈഫിനും നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ എസ്പെഷ്യലി വേറൊരു കാര്യമാണ് ലീവ്. ലീവ് എന്ന് പറയുന്നത്, കാരണം ഇന്ത്യയിലാവുന്ന സമയത്ത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ലീവ് എടുക്കണമെങ്കിൽ ചില കമ്പനീസിൽ ഇപ്പോൾ ഈവൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ കമ്പനീസിലൊക്കെ നമ്മൾ എന്താ റീസൺ എന്നുള്ളത് നമ്മൾ പറയണം. നമ്മുടെ പേഴ്സണൽ റീസൺ പോലും പറയണം. എനിക്ക് ഇന്ന് എൻ്റെ ഒരു ആവശ്യമുണ്ട്, ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട്, അതുകൊണ്ട് എനിക്കിന്ന് പോകണം. അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ പേഴ്സണലി അവർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ലീവ് എടുക്കുന്നതെന്ന്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ജസ്റ്റ് നമ്മുടെ കലണ്ടറിൽ ലീവ് മാർക്ക് ചെയ്യുക, ആനുവൽ ലീവ്, അത്രേ ഉള്ളൂ. ആരും ചോദിക്കാൻ വരില്ല. സിക്ക് ഇവിടെ സിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒന്നും അന്വേഷിക്കില്ല. അവർ കുറച്ചുകൂടെ നമ്മളെ ടേക്ക് കെയർ ചെയ്തിട്ട് ഓക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കൂ, അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചുകൂടെ നമ്മളെ കെയർ ചെയ്യും. ഇപ്പം നമ്മൾ സിക്കാന്നൊക്കെ പറഞ്ഞാൽ, നാട്ടിലാണെങ്കിൽ നമുക്കൊരു സിക്ക് ലീവ് എടുക്കാൻ നമുക്ക് പേടിയാണ്. കാരണം അതെ ആ ഒരു കൾച്ചർ തന്നെയാണ് ശരിക്കും. കാരണം അത് ഞാൻ ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ലീവിന് പോലും നമുക്കത് നമ്മൾ എന്താ റീസൺ ലീവ് ഒത്തിരി എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. 2 ദിവസത്തിൽ കൂടുതൽ ലീവ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മുഖം മാറും മാനേജേഴ്സിൻ്റെ. പക്ഷേ ഇവിടെ അങ്ങനെയില്ല. കാരണം ഇവിടെ ഒരു ഇയർ എൻഡിനോട് അടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഒത്തിരി ലീവ്സ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിൽ ഉണ്ടാകും ഇവിടെ. അപ്പം തന്നെ നമ്മുടെ മാനേജേഴ്സ് വിളിച്ചിട്ട് പറയും, ഇതെന്താ നിങ്ങൾ ലീവ് എടുക്കാത്ത, നിങ്ങൾ വെക്കേഷന് പോകൂ, നിങ്ങൾ ലീവ് എടുക്കൂ, ഇങ്ങനെയാണ് മാനേജേഴ്സ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് എവിഡന്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്നൊക്കെ പറയുന്നത്. അത് ഭയങ്കര ഡിഫറൻസ്, ലൈക്ക് ഒരു ഷിഫ്റ്റ് തന്നെയാണ്. 8 years കഴിഞ്ഞിട്ട് ഒരു ജോബിലേക്ക് വന്ന് അത്രയും മെന്റൽ വെൽബീയിങ്ങിന് അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുന്നത് ഭയങ്കര. അതെ, പ്രത്യേകിച്ച് കമ്പനീസ് പോലും നമ്മുടെ മെന്റൽ വെൽബീയിങ്ങിന് അതിൻ്റെ ചില സെമിനാർസ് ഉണ്ടാവും, അല്ലെങ്കിൽ കമ്പനീസ് തന്നെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ആക്ടിവിറ്റീസ് അങ്ങനത്തെ. ഇപ്പം നമുക്കൊക്കെ ചിലപ്പം ഹൗത്തിലൊക്കെ ക്ലിഫ് വാക്ക് അങ്ങനെയൊക്കെ നമുക്ക് ചില സമയത്തൊക്കെ ഇങ്ങനെ കമ്പനീസ് ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരും. അപ്പോൾ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആവും. നമുക്ക് എത്രത്തോളം നമ്മുടെ മൈൻഡ് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നോ അപ്പോഴേ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ ഒരു വർക്ക്. കാരണം ഒരു പ്രഷറൈസ്ഡ് സിറ്റുവേഷനിൽ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. കാരണം നമ്മളിപ്പോൾ നാട്ടിൽ കുറേ കേൾക്കുന്നതാണ്, കുറേ ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നു അങ്ങനത്തെ പ്രഷർ കാരണം. പക്ഷേ അത് ചിലപ്പോൾ നമുക്കിങ്ങനെ ജസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല. പക്ഷെ നമ്മൾ ആ ഒരു എൻവയോൺമെൻറ്റിനകത്ത് ഇരുന്ന് നമ്മൾ കമ്പാരിസൺസ് കൂടുതലാണ്. ഇതിപ്പോൾ നമ്മളൊരു ടീമിനകത്തുള്ള ഒരു 3-4 പേര് ഉണ്ടെങ്കിൽ അതിൽ 2-3 പേരെ വെച്ചിട്ടുള്ള കമ്പാരിസൺസ് കൂടുതലാണ്. അവർക്കത് ചെയ്യാം, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോഴും നമുക്ക് എബിലിറ്റി ഉണ്ടാകുന്നത് നമുക്കറിയാം. പക്ഷേ അവർ നമ്മളെ ആ എഫിഷ്യൻസീനെ അത്രയും ഇതായിട്ട്
എടുക്കുന്നില്ല, മനസ്സിലായോ? അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ആണ് പൊതുവെ നാട്ടിൽ വരുന്നത്. ഞാൻ നാട്ടിൽ കുറ്റം പറയുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി ഒരു 8 ഇയേഴ്സ് വർക്ക് ചെയ്ത് ട്രൂത്ത് ആണെന്ന് അറിയാം. ലൈക്ക് നമുക്കത് അറിയാവുന്ന കുറേ കാര്യങ്ങളാണ്, ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഈ 2026 അയർലാൻഡിൽ IT സെക്ടറിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണ്? സ്കോപ്പ് ആക്ച്വലി പറയുകയെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം, ഇപ്പം AI എന്ന് പറയുന്നത് ഭയങ്കര, ഇപ്പം നമ്മളെല്ലാവരും ഇപ്പം ChatGPT ആയിക്കോട്ടെ, ജെമിനി ആയിക്കോട്ടെ, നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനത്തെ AI ടൂൾസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ AI, സൈബർ അല്ലെങ്കിൽ ക്ലൗഡ് ഇങ്ങനത്തെ ഏരിയാസിൽ നമ്മൾ കുറച്ചും കൂടെ ഇപ്പം ഇതൊക്കെയാണ് ഇപ്പം കുറച്ചിങ്ങനെ ബൂമായിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജീസ്. അപ്പം അതിൽ കുറച്ചും കൂടെ നമ്മൾ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടെ നമ്മൾ പഠിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ടായിരിക്കും ഈ ഒരു വർഷം എന്ന് പറയും. ഈ ഒരു വർഷം എന്നല്ല, ഇനി അങ്ങോട്ടുള്ള വർഷങ്ങൾ നമ്മൾ എന്താണോ നിലവിലത്തെ ടെക്നോളജി അതിനെ നമ്മൾ പഠിക്കുക, അപ് ടു ഡേറ്റ് ആവുക. നമ്മൾ നമ്മുടെ സ്കിൽസ് അപ്സ്കില്ല് ചെയ്യുക, നമ്മൾ അതിനെ എങ്ങനെ അതിനെ ഈ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ സ്കിൽസ് എങ്ങനെ നമ്മൾ അപ്സ്കില്ല് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഒരു ജോബ് കരിയർ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. 2025 നമ്മൾ കുറേ കേട്ടതാണ് ലേ ഓഫ് ചെയ്യുന്നുള്ളൊരു കാര്യം IT സെക്ടറിൽ നിന്ന്. സോ 26 ആകുമ്പോഴേക്കും എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു, പ്രത്യേകിച്ച് ഇവിടെ ലേ ഓഫ്സ് ശരിക്കും പറഞ്ഞാൽ എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഇപ്പോൾ ബിഗ് കമ്പനീസിന് എല്ലായിടത്തും മേ ബി ഒരു 3 months 6 months കൂടുമ്പം അവർ ലേ ഓഫ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ലേ ഓഫ് ചെയ്യുമ്പം നമ്മളെങ്ങനെ അതിൽ വരുന്നു എന്നുള്ളത്, നമ്മുടെ പേര് അതിനകത്ത് വരുന്നു എന്നുള്ളതാണല്ലോ ഇതിനകത്തെ ഒരു ക്വസ്റ്റ്യൻ. പക്ഷേ IT സെക്ടറിലാണ് കൂടുതൽ ലേ ഓഫ് എന്ന് പറയുമ്പം അത് എന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഉണ്ടാവും. എന്തുകൊണ്ടാണ് IT സെക്ടറിൽ ഇത്ര അധികം ലേ ഓഫ് വരുന്നത്? അപ്പോൾ ആക്ച്വലി ലേ ഓഫ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, മേ ബി ആ ഒരു പ്രോജക്റ്റ് വരുന്ന സമയത്ത് അവർക്ക് ഇത്ര റിക്വയർമെൻറ്റ്സ് വേണമെന്നുണ്ടാവും. ആ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് അവർ ഹയറിങ് ചെയ്യും. ആ ചെയ്ത് കഴിഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതുപോലെ തന്നെ അവരൊരു പ്രോജക്റ്റിന് അസൈൻ ചെയ്തു. പ്രൊജക്റ്റിന് വേണ്ടിയാണ് അവരെ എടുത്തത്, ഹയർ ചെയ്തത്. പക്ഷേ അതിനുശേഷം എന്തുപറ്റി, സഡൻലി ആ പ്രോജക്റ്റ് ക്യാൻസലായി. സോ ആ പ്രോജക്റ്റ് നടക്കാതെ വന്നു കഴിഞ്ഞപ്പം പിന്നെ വേറെ നിവൃത്തിയില്ല, അവരെ ലേ ഓഫ് ചെയ്യുക എന്നുള്ളതല്ലാതെ കമ്പനീസിന് വേറെ നിവൃത്തിയില്ല. കാരണം എക്സിസ്റ്റിംഗ് പ്രോജക്റ്റിൽ ഓൾറെഡി ആവശ്യമുള്ള ആൾക്കാരെല്ലാവരും ഉണ്ട്. ഓക്കെ. സോ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പം ബിഗ് കമ്പനീസ് ഇപ്പം നമ്മളിപ്പോൾ സ്ഥിരം കേൾക്കുന്നതാണ് 6 to 12 months അല്ലെങ്കിൽ ഒരു 3 to 6 months ഇടയ്ക്ക് ഇഷ്ടം പോലെ ലേ ഓഫ്സ്. ഇപ്പോൾ ഗൂഗിൾ ആണെങ്കിലും മൈക്രോസോഫ്റ്റ് ആണെങ്കിലും എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ഗ്ലോബലിയാണ്, അത് അയർലൻഡിൽ നിന്നല്ല, ഗ്ലോബലിയാണ് അവർ ലേ ഓഫ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ അല്ലെങ്കിൽ യൂറോപ്പിൽ അതിൻ്റെ ഒരു കുറവ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ജൂനിയർ റോൾസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സീനിയറിന് മുമ്പുള്ള ഒരു ജൂനിയർ അല്ലെങ്കിൽ ഒരു മിഡ് ലെവൽ, ഈ ഒരു റോൾസ് എല്ലാം കൂടുതലും ഇപ്പം ഓഫ് ഷോറാണ് കൊടുക്കുന്നത്. അവരെല്ലാം ഇന്ത്യയിലാണ് എടുക്കുന്നത്. റോൾസ് കൂടുതലും കമ്പനീസ് ഇന്ത്യയിൽ നിന്നാണ് ആൾക്കാരെ ഹയർ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഇവിടെ ഒരു ഡെവലപ്പറിന് കൊടുക്കുന്ന സാലറിയിൽ ഇന്ത്യയിൽ അവർക്ക് 3-4 ആൾക്കാരെ ഹയർ ചെയ്യാൻ പറ്റും. അപ്പം ഓഫ് കോഴ്സ് അതാണല്ലോ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കമ്പനീസ് ഇപ്പോൾ പൊതുവേ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓഫ് ഷോറിൽ നിന്നാണ് കൂടുതൽ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും എടുക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ നമുക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്കിൽസ് അപ്സ്കിൽ ചെയ്യാന്ന് തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു ലേ ഓഫ് വരുമ്പോൾ നമ്മൾ അതിനകത്ത് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു മെയിൻ റീസൺ നമ്മുടെ ടെക്നോളജി, നമ്മുടെ സ്കിൽസ് നമ്മൾ അപ്സ്കിൽ ചെയ്യുക. അപ്പം ഇപ്പോൾ കറണ്ട് ആയിട്ടുള്ള ഒരു ടെക്നോളജി നമ്മൾ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ വർക്കിംഗ് ടൈം കൂടാതെ തന്നെ നമ്മൾ സർട്ടിഫിക്കേഷൻസോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഇങ്ങനത്തെ ന്യൂവർ ടെക്നോളജീസ് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ പഠിക്കുക, നമ്മൾ പഠിച്ച് നമ്മൾ അപ്സ്കിൽ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ. വേറെ നമുക്ക് ഒന്നും ചെയ്യാനില്ല ശരിക്കും. ഇവിടെ ഈ സോഫ്റ്റ്വെയറിൻ്റെ കോഴ്സ് കഴിഞ്ഞ് ലൈക്ക് പാസ് ഔട്ട് ആവുന്ന കുട്ടികളുണ്ട് ഇപ്പം. അതുപോലെ ചേച്ചി ഇതേപോലെ നാട്ടിൽ നിന്ന് കയറി വന്നതാണ്. അപ്പം അവർ പഠിച്ചിറങ്ങുന്നവർക്ക്, അതായത് അവർ ഫ്രഷ് എൻട്രി ആയിരിക്കും, ലൈക്ക് അവരുടെ സ്കോപ്പ് എന്തായിരിക്കും അപ്പം? ലൈക്ക് ഫ്രഷേഴ്സിന് ശരിക്കും പറഞ്ഞാൽ ഇവിടെയും നാട്ടിലും 2 രീതിയിലാണ് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ, നാട്ടിലാണെങ്കിൽ നമുക്ക് നമ്മുടെ കോളേജസ് നിന്ന് ഗ്രാജുവേറ്റ്
ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കറിയാം നമ്മൾ ഫൈനൽ ഇയർ ആകുമ്പോൾ തന്നെ കമ്പനീസ് വന്നിട്ട് നമ്മളെ ഹയർ ചെയ്യും. അതെ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രഷേഴ്സിൻ്റെ വോക്കിൻ എന്ന് പറഞ്ഞിട്ട് തന്നെ കമ്പനീസ് സ്പെസിഫിക്കലി നമുക്ക് അങ്ങനെ ജോബ് മാർക്കറ്റിലുണ്ട് ഫ്രഷേഴ്സിന് വേണ്ടി. കാരണം അവിടെ നാട്ടിലാവുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫ്രഷേഴ്സിനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരു 2 വീക്സിൻ്റെ ഒരു 3 വീക്സിൻ്റെ ഒക്കെ ഒരു ട്രെയിനിങ് കൊടുത്ത് അവിടുന്ന് നമുക്ക് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈവൻ ഞാനാണെങ്കിൽ പോലും ഞാൻ ആദ്യം കയറിയത് ഒരു ഫ്രഷറായിട്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു ഫ്രഷറിനെ അല്ല ഇവിടെ കമ്പനീസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. നമ്മുടെ നാട്ടിൽ ഇപ്പം നമുക്കൊരു ഒരു വർഷം ഇപ്പം ഞാൻ കണ്ടുവരുന്ന ഒരു പ്രവണത പറയുകയാണ്, ഒരു 2 വർഷത്തേക്ക് ഇപ്പോൾ ഒരു ബിടെക് കഴിഞ്ഞതിന് ശേഷം ഒരു 2 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് കഴിയുമ്പോൾ കുട്ടികൾ കൂടുതലും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് ഒരു MS പഠിക്കാനായിട്ട് മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ വരുവാണ്, യൂറോപ്പിലേക്ക് വരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് ഇവർ വിചാരിക്കുന്നത് മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ ഫ്രഷേഴ്സിന് ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ടാകുമെന്ന്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസ് അല്ല ഉള്ളത്. ഇവിടെ കമ്പനീസ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒരു ജൂനിയർ ഡെവലപ്പർ എന്ന് പറഞ്ഞ് കമ്പനീസ് ഹയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം മാക്സിമം ഒരു നോളജ് ട്രാൻസ്ഫർ കൊടുക്കും. ആ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു കയറ്റി കൊടുക്കും. നമ്മൾ ഇതാണ് പ്രോജക്റ്റ്, ഇതാണ് പ്രോഡക്റ്റ് എന്ന്. അതിനുശേഷം 4-ാം ദിവസം തൊട്ട് അവർ ഇവിടെ വർക്ക് ചെയ്യണം എന്നാണ് അവരുടെ എക്സ്പെക്റ്റേഷൻ. അപ്പോൾ ഈ ഫ്രഷർ ആയിട്ട് വരുന്ന കുട്ടികൾക്ക് ഇത് പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ശരിക്കും നമ്മൾ ഒരു മാസ്റ്ററൊക്കെ എടുത്ത് ഇവിടെ നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നാട്ടിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 എന്നൊക്കെ പറഞ്ഞത് വളരെ കുറവാണ്. 3 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ ആക്ച്വലി. ബട്ട് സ്റ്റിൽ ഇപ്പം നമ്മളൊരു ആവറേജ് ഒരു ഇത് പറയുവാണെങ്കിൽ 3 to 5 ഇയേഴ്സ് മിനിമം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കാര്യമുള്ളൂ. കാരണം അല്ലാതെ നമ്മൾ ജസ്റ്റ് ഫ്രഷ് ആയിട്ട് ആദ്യമായിട്ട് ഞാൻ ഇവിടെ കോഴ്സ് പഠിക്കുന്ന സോഫ്റ്റ്വെയർ ഞാൻ പഠിച്ചിറങ്ങിയ വഴി എനിക്ക് ജോബ് കിട്ടില്ല. അത് ഒരിക്കലും കിട്ടില്ല. കാരണം അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ അങ്ങനെ ഫ്രഷേഴ്സ് എന്ന് പറഞ്ഞ് ഇവിടെ അങ്ങനെ ഹയർ ചെയ്യുന്നില്ല. ഇനി കിട്ടണം എന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉള്ളത്, നമ്മൾ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കഴിയുന്നതിൻ്റെ ഒപ്പം നമ്മൾ ഏതെങ്കിലും കമ്പനീസിൽ ഇൻറ്റേൺഷിപ്പിനായിട്ട് കയറണം. നമ്മുടെ ഫീൽഡിൽ നമുക്ക് അത് ചിലപ്പോൾ പെയ്ഡ് ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഒരു 3 months അല്ലെങ്കിൽ ഒരു 6 months അൺപെയ്ഡ് ആയിട്ടുള്ള ഇൻറ്റേൺഷിപ്സ് ഉണ്ടാവും. ആ ഇൻറ്റേൺഷിപ്സിന് കയറി നമ്മൾ അവിടെ നമ്മുടെ സ്കിൽസ് കാണിക്കണം. നമ്മൾ ചെയ്ത പ്രോജക്ട്സ് ഇതാണ്, നമുക്ക് എന്തെങ്കിലും കാണിച്ചു കൊടുക്കാൻ ഉണ്ടായിരിക്കണം. ഞാനിതിൽ വർക്ക് ചെയ്തു, ഇന്നതായിരുന്നു എൻ്റെ ഞാൻ ഇന്ന പ്രോജക്റ്റ് ചെയ്തു എന്ന് ഞാൻ കാണിച്ചു കൊടുത്താൽ മാത്രമേ എനിക്ക് ഒരു കമ്പനി നമ്മളെ എടുക്കുകയുള്ളൂ. അല്ലാതെ ഞാനിപ്പോൾ ഗ്രാജുവേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജോലി കിട്ടില്ല. അത് നമുക്ക് ഇന്ത്യയിൽ കിട്ടും. കാരണം ഇന്ത്യയിൽ സ്പെസിഫിക്കലി ഫ്രഷേഴ്സിനെ ആവശ്യമുണ്ട്. കാരണം അവർക്ക് അതിന് ടൈമുണ്ട്. ഇപ്പം ഇൻഫോസിസ് ഒക്കെ ആണെങ്കിലും ഫ്രഷേഴ്സിനെ 1 മാസം 2 മാസമൊക്കെ ട്രെയിനിങ് ആണ്. അത്രയും കഴിഞ്ഞതിന് ശേഷമാണ് അവർ പതുക്കെയാണ് പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ അവർ നോക്കുന്നത്. അപ്പം മാസ്റ്റേഴ്സ് എടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ റെലവൻറ്റ് എക്സ്പീരിയൻസിനാണോ? അത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. രണ്ടും മാറ്ററാണ്. കാരണം നമുക്കൊരു മാസ്റ്റേഴ്സിന് ഇവിടെ വന്നു കഴിഞ്ഞാലല്ലേ നമുക്ക് ആ എക്സ്പീരിയൻസ് കൊണ്ട്, നമുക്കിപ്പോൾ ഒരു 5 years എക്സ്പീരിയൻസ് നാട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് നമ്മളിവിടെ വരണമല്ലോ. ഇവിടെ വരാൻ നമ്മുടെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് മാസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ മാസ്റ്റേഴ്സ് ചൂസ് ചെയ്യുമ്പം കറക്റ്റായിട്ടുള്ള മാസ്റ്റേഴ്സ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. കാരണം എനിക്കറിയാവുന്ന പല കുട്ടികളും വെറുതെ ഡിഗ്രി കഴിഞ്ഞിട്ട് ചുമ്മാ എന്തെങ്കിലും ഇന്നിപ്പം ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഏതിനാണുള്ളത്, എന്നാൽ ശരി ഞാൻ സൈബർ സെക്യൂരിറ്റിയിൽ മാസ്റ്റേഴ്സ് എടുക്കാം എന്നും പറഞ്ഞ് വരുന്ന കുട്ടികളുണ്ട്. പക്ഷെ അങ്ങനെ വന്നിട്ട് കാര്യമില്ല. നമ്മുടെ ഫീൽഡ് എന്താണോ, നമ്മൾ എന്തിലാണോ നമ്മൾ എക്സ്പീരിയൻസ് ഉള്ളത്, അതിന് റെലവൻ്റ് ആയിട്ട് നമുക്ക് എന്തായിരിക്കും കുറച്ചും കൂടെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരുന്നത്. അതിന് ശരിക്കും പറഞ്ഞാൽ മാസ്റ്റേഴ്സ് എടുക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലിങ്ക്ഡിനിലൊക്കെ കുറച്ച് സെർച്ച് ചെയ്യണം.
ജോബ്സ് സെർച്ച് ചെയ്യണം. കാരണം ലിങ്ക്ഡിനിൽ നമുക്ക് ജോബ്സ് ഫിൽട്ടർ ചെയ്ത് നമ്മൾ നോക്കുക. എനിക്ക് ഇത്ര ഒരു 5 വർഷം എക്സ്പീരിയൻസ് ആയ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. അപ്പം ആ സോഫ്റ്റ്വെയർ ഡെവലപ്പറിന് ഇവിടെ അയർലൻഡിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ്, ഏതൊക്കെയാണ് റോൾസ്, ആ റോളിനകത്ത് കൃത്യമായിട്ട് ജോബ് ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും എല്ലാം റോൾസിൽ അവർ എഴുതിയിട്ടുണ്ട്. അപ്പം അതിൽ നമ്മുടെ സ്കിൽസ് ഏതൊക്കെയാണ്, അവർ ഇതിനകത്ത് ഈ ഒരു സ്കില്ലും കൂടെ ചോദിക്കുന്നു എങ്കിൽ നമ്മൾ അതും കൂടെ പഠിച്ചിട്ട് വരണം. അല്ലെങ്കിൽ അത് നമ്മുടെ കോഴ്സുമായിട്ട് കമ്പയർ ചെയ്തതിന് ശേഷം വേണം നമ്മൾ കോഴ്സ് എടുത്തിട്ട് വരാൻ. അങ്ങനെ നമ്മളിവിടെ മാസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞതിന് ശേഷം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ചെയ്യുന്നതിൻ്റെ കൂടെ അല്ലെങ്കിൽ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഒരു ഇൻറ്റേൺഷിപ്പും കൂടെ ചെയ്യണം. ഇൻറ്റേൺഷിപ്പും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്ക് നമ്മളെ പോർട്രേ ചെയ്ത് കാണിക്കാൻ പറ്റും. എനിക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഞാനിവിടെ ഒരു മാസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട് ഇന്നതിൽ, അതുപോലെ തന്നെ ഞാൻ ഇന്ന കമ്പനിയിൽ ഞാൻ ഒരു 6 months ഇൻറ്റേൺഷിപ്പ് ചെയ്തു, ഇതാണ് ഞാൻ വർക്ക് ചെയ്ത ഫീൽഡ്. അപ്പം നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ പിച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഒരു സംശയം, എനിക്ക് 5 വർഷം എക്സ്പീരിയൻസ് ഉണ്ട് നാട്ടിൽ, അപ്പം എനിക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് കോഴ്സ് എടുത്ത് 5 വർഷം എക്സ്പീരിയൻസ് പ്ലസ് ഇവിടുത്തെ കോഴ്സ്, അതെ. അപ്പം ഏതായിരിക്കും ഏറ്റവും ബെനഫിഷ്യൽ, പെട്ടെന്ന് കിട്ടുക ജോബ്, അതുപോലെ തന്നെ ഏറ്റവും നന്നാവുക? അതും ഞാൻ ഈ പറയുന്നത് രണ്ടും 2 പെർസ്പെക്റ്റീവാണ്. കാരണം ഇപ്പം എൻ്റെ ഒരു കേസിൽ എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം ചുമ്മാ ഇരുന്ന് അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയതല്ല ജോലി. കാരണം മാസങ്ങളെടുത്ത് ഡെയിലി ഇരുന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് അപ്പോൾ ഞാൻ പറയാച്ചാൽ പേഷ്യൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരു പോയിന്റിൽ നമുക്ക് മടുപ്പ് വരും. എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സ് പോലും ഉണ്ട് മടുത്ത് കഴിഞ്ഞപ്പം അവരിട്ടിട്ട് പോയിട്ടുണ്ട്. കാരണം ഞാൻ മടുത്തു, കാരണം എത്രയാ അയക്കണേന്ന്. അപ്പം പേഷ്യൻസ് എന്ന് പറയുന്നത് അത്, പിന്നെ കൺസിസ്റ്റൻസിയും പേഷ്യൻസും ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു യൂറോപ്പിലേക്ക് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ലിങ്ക്ഡിനിൽ ജോബ് ഫിൽട്ടർ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ജോബ്സിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ലിങ്ക്ഡിൻ പ്രീമിയം, കാരണം നമുക്ക് പ്രീമിയം ഇല്ലാതെ ചുമ്മാ നമുക്ക് പറ്റത്തില്ല. പ്രീമിയം എടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം അവർ ഫ്രീ ട്രയൽ തരുന്നുണ്ട്, നമുക്കൊരു 1 month ഫ്രീ ട്രയൽ തരുന്നുണ്ട്. അപ്പോൾ നമ്മളത് എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആക്സസ് ഉണ്ടാകും. ഈ ജോബ് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ജോബ് റിക്രൂട്ടറെ നമുക്ക് കിട്ടും, ആരാണ് ഈ ജോബ് റിക്രൂട്ട് ചെയ്യുന്നതെന്നുള്ള HR-ന്റെ ഡീറ്റെയിൽസ് കിട്ടും. അവർക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് പിങ് ചെയ്യാൻ പറ്റും. എൻ്റെ എക്സ്പീരിയൻസ് ഇതാണ്, എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, ഞാൻ ഇങ്ങനെ ഒരു ജോബ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കണ്ടു, എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അപ്പോൾ എൻ്റെ റെസ്യൂമേ ഇതാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. കൺസിസ്റ്റൻസിയും പേഷ്യൻസും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും. പിന്നെ അവിടെ ഇരുന്ന് നോക്കിയിട്ട് അയ്യോ എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ മാറ്റർ ചെയ്യും. കാരണം നമ്മുടെ റെസ്യൂമേ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് റെസ്യൂമേ ആണ്. കാരണം നമ്മളെല്ലാവരും ഒരു നോർമൽ ഒരു കൈൻഡ് ഓഫ് റെസ്യൂമേ ആയിരിക്കും നമ്മളെല്ലാവരും ഇത്രയും കാലമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ഒറ്റ ടെംപ്ലേറ്റിൽ. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മുടെ ഈ റെസ്യൂമേ എന്ന് പറയുന്നത് ഒരു മെയിൻ ഫാക്ടറാണ്. കാരണം നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യുമ്പം ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റെസ്യൂമേ വേണം നമ്മൾ കൊടുക്കാൻ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് റിജക്റ്റ് ചെയ്യും. അത് നമുക്ക് ഇപ്പോൾ ഭയങ്കര ഒത്തിരി ഓൺലൈൻ ടൂൾസും ഇതൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ റെസ്യൂമേ എത്രത്തോളം ATS ഫ്രണ്ട്ലി ആണ് എന്നുള്ളത്. അപ്പോൾ അതിന് ഒരു 90% എബോവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ ആ ഒരു റെസ്യൂമേ ആ പോർട്ടലിലേക്ക് എത്തിയ അല്ലെങ്കിൽ ഒരു HR-ന് കാണാൻ സാധിക്കുകയുള്ളൂ. അതിന് മുൻപേ തന്നെ ഇത് റിജക്റ്റായി പോകും, കാരണം റെസ്യൂമേ പ്രോപ്പർ ടെംപ്ലേറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പം ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ എങ്ങനെയാണ് നല്ല രീതിയിൽ നമ്മൾ റെസ്യൂമേ ഒന്ന് ബിൽഡ് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കവർ ലെറ്റർ. കാരണം എല്ലാ ജോബ്സിനും മിക്കപ്പോഴും ഞാൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് കവർ ലെറ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കവർ ലെറ്ററിൽ നമ്മുടെ ഒത്തിരി കാര്യങ്ങളൊന്നും വേണ്ട, പ്ലെയിൻ ആൻഡ് സിമ്പിളായിട്ട് നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മൾ എന്തൊക്കെ ഇതിലാണ്, നമ്മൾ എബ്രോഡ് ജോബ് മൈഗ്രേറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഒരു കവർ ലെറ്റർ. കാരണം റെസ്യൂമേ ഒന്നും എല്ലാവരും ഫുള്ളി ഒന്നും ആരും വായിച്ചു നോക്കില്ല.
അതിനാണ് അവർ കവർ ലെറ്റർ വെക്കാൻ പറയുന്നത്. എന്താണെന്നുള്ളത് ഒരു പ്ലെയിൻ ആൻഡ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് അവർക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവണം. ഓക്കെ, ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, ഇന്നതാണ് ടെക്നോളജീസ് എന്നുള്ളത് മനസ്സിലാകണം. അതിനു വേണ്ടിയുള്ളതാണ് കവർ ലെറ്റർ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പേഷ്യൻ്റായിട്ട് നമ്മൾ അവിടുന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. പിന്നെ അത് ഡിപ്പെൻഡ് ചെയ്യും കമ്പനീസ് എത്രത്തോളം ഡയറക്റ്റായിട്ട് ഹയർ ചെയ്യും എന്നുള്ളത്. കാരണം ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് കൂടുതലും അവർ ഓഫ് ഷോറിന് ജോലികൾ കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പം ഇന്ത്യയിലാണ് ഇപ്പം അവർ കൂടുതലും ഹയർ ചെയ്യുന്നത്. ഹയറിങ് ഇവിടെ കുറവാണ്. ബട്ട് സ്റ്റിൽ ഇപ്പം നിങ്ങളൊരു 1 year 2 year ആയിട്ട് നോക്കിയിട്ട് കിട്ടുന്നില്ല നിങ്ങൾക്ക്, പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് എബ്രോഡ് നോക്കാനെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ദ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് മാസ്റ്റേഴ്സ് തന്നെയാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഏരിയയിൽ റിലേറ്റഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് എടുത്ത് ഇവിടെ വന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റേൺഷിപ്പ് പോലത്തേത്. ഇനി അല്ലെങ്കിൽ പോലും ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് സ്റ്റുഡൻസ് വിസ കഴിഞ്ഞ് സ്റ്റേ ബാക്കിൻ്റെ സമയത്താണെങ്കിലും കുട്ടികൾ അവർക്ക് ജോലി കിട്ടുന്നുണ്ട്, ചെറുതാണെങ്കിലും. പക്ഷേ മേക്ക് ഷുവർ ചെയ്യുക നമ്മുടെ ഏരിയയിൽ തന്നെ ജോലി ചെയ്യുക എന്നുള്ളത്. നമ്മൾ എന്ത് എക്സ്പീരിയൻസ് ആണോ ഉള്ളത്, എന്ത് മാസ്റ്റേഴ്സ് ആണോ ചെയ്തത്, അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് അതിൽ തന്നെ ജോലി ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവത്തുള്ളൂ. തീർച്ചയായും 2026 കുറേ പേര് ഇങ്ങോട്ട് വരാൻ നോക്കുന്നുണ്ട്. ലൈക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ വരാൻ നോക്കുന്നുണ്ട്. IT പല സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇന്ത്യയിൽ നിന്ന്. അപ്പം ചേച്ചി പറയുകയാണെങ്കിൽ 2026 ഏത് ടൈപ്പ് ഓഫ് കോഴ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ സ്കോപ്പ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള കോഡിങ്, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ്, ക്ലൗഡ് റിലേറ്റഡ്, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക സൈബർ സെക്യൂരിറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ ഡാറ്റാ സെൻറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ്, അതിനെല്ലാം നല്ല സ്കോപ്പ് തന്നെയാണ് ഉള്ളത്. ഗ്രോത്ത് പറയുമ്പം ലൈക്ക് നിങ്ങളതിൽ സോഫ്റ്റ്വെയർ ജൂനിയർ ഡെവലപ്പർ, സീനിയർ ഡെവലപ്പർ, ഇവിടെ ഗ്രോത്ത് എങ്ങനെയാണ് കാണുന്നത്? ഗ്രോത്ത് വൈസ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആണോ അതോ? അത് ഡിപ്പെൻസ് ആണ് ശരിക്കും. കാരണം നമ്മളെ തന്നെ എത്ര ഷോക്കേസ് ചെയ്ത് കാണിക്കുന്നു. നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു ജൂനിയർ റോളിലാണ് നമ്മൾ കരിയർ സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിക്കും. പക്ഷെ നമ്മുടെ ടീമിൽ നമ്മൾ കുറച്ചുകൂടെ റെസ്പോൺസിബിളായിട്ട് നമ്മളൊരു ടീം ലീഡ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു സീനിയർ പോലെയാണ് നമ്മുടെ ടീമിൽ നമ്മൾ പെർഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു ഗ്രോത്ത് ഉണ്ടാകും. അവർ ഉറപ്പായിട്ടും മാനേജേഴ്സ് അത് നോട്ടീസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ആ റോൾസ് നമുക്ക് പ്രൊമോഷൻസ് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ നാട്ടിലും ഏകദേശം നമുക്ക് നല്ല രീതിയിൽ തന്നെയാണ് ഗ്രോത്ത് ഉള്ളത്. ഇന്ത്യയിലാണെങ്കിലും നമുക്ക് ഗ്രോത്ത് വൈസ് നല്ലതാണ്. കാരണം ചില കമ്പനീസിൽ ഫിക്സഡ് ഇയേഴ്സ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഹയർ റോളിലേക്ക് പോകണം എന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു 3 years നമ്മൾ ആ ഒരു കമ്പനിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊമോഷൻ വേണം, ഒരു പ്രൊമോഷൻ കിട്ടണം എന്നുള്ളൊരു ഇത് മാൻഡേറ്ററി ആണ്. അത് പല കമ്പനീസിലും അങ്ങനെ ഒരു ബിഗ് കമ്പനീസിൽ അതുണ്ട്. പക്ഷെ ഇവിടെയും ഇത് തന്നെയാണ് മെയിനായിട്ട്. കാരണം പ്രൊമോഷൻസ് എല്ലാം ഇങ്ങനെ ഒരു ഇയർ വൈസും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ പോലും, പക്ഷേ എനിക്കറിയാം എൻ്റെ കൂടെയുള്ള കുട്ടികൾ തന്നെയാണെങ്കിലും നമുക്ക് ഒരു 1 year കഴിഞ്ഞപ്പോൾ സീനിയർ റോളിലേക്ക് കയറിയവരും ഉണ്ട്. നമ്മുടെ സ്കിൽസിനെ എങ്ങനെ ഷോക്കേസ് ചെയ്ത് കാണിക്കുന്നു, നമ്മൾ എത്രത്തോളം നമ്മൾ ആ ടീമിൽ പെർഫോം ചെയ്യുന്നു, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് പേഴ്സണലാണ്. ഓക്കെ. അയർലാൻഡിലൊരു പറച്ചിലുണ്ട്, പറച്ചിൽ സത്യമാണ്. ഏറ്റവും കൂടുതലായി റിച്ച് ആയിട്ടുള്ള ആൾക്കാർ IT സെക്ടറിലുള്ള ആൾക്കാരാണ്. എത്ര റിച്ചാണ് ചേച്ചി? അതുപോലെ തന്നെ സാലറി സ്കെയിൽ നോട്ട് എക്സാക്ട്ലി പറയണ്ട, എത്ര റിച്ചാന്ന് പറയാം, അല്ല സാലറി സ്കെയിലിനെ പറ്റി സംസാരിച്ചാൽ നന്നായിരിക്കും. ഒത്തിരി റിച്ച് ഒന്നുമല്ല. ഹസ്ബൻഡും വൈഫും IT സെക്ടറിലാണ്. അതെ, അങ്ങനെയല്ല. അത് ശരിയാണ്, ഒരു പരിധി വരെ കറക്റ്റാണ്. കാരണം IT അത്യാവശ്യം നല്ല രീതിയിൽ പേ ചെയ്യുന്ന ഒരു സെക്ടർ തന്നെയാണ് IT എന്ന് പറയുന്നത്. പിന്നെ അത് ഡിപ്പെൻഡ് ഓൺ കമ്പനീസാണ്. കാരണം ഇപ്പം മൈക്രോസോഫ്റ്റിൻ്റെ ഒരു പേ സ്കെയിൽ ആവില്ല ഗൂഗിളിലെ പേ സ്കെയിൽ എന്ന് പറയുന്നത്. സോ ആ ഒരു കമ്പനീസിൻ്റെ പേ സ്കെയിൽ വൈസ് ഡിഫറെൻ്റ് ആണ്. പക്ഷേ അത്യാവശ്യം എല്ലാ കമ്പനീസിനും ഒരു ബാൻഡ് ഉണ്ടാവും. ഇത്ര തൊട്ട് ഇത്ര വരെ
ഒരു ജൂനിയർ ഡെവലപ്പർ, ഇത്ര തൊട്ട് ഇത്ര വരെ നമ്മുടെ ഒരു മിഡ് ലെവൽ, ദെൻ സീനിയർ, എല്ലാവർക്കും ഒരു പേ സ്കെയിൽ ഉണ്ടാവും. അതൊരു അത്യാവശ്യം നല്ലൊരു പേ സ്കെയിൽ തന്നെയാണ്. ഇപ്പം രണ്ട് എത്ര റിച്ച് ആണെന്ന് പറഞ്ഞില്ല ഇപ്പോഴും. ഇല്ല, കുറച്ച് 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 ഒരു മീഡിയം, അത്രേ ഉള്ളൂ. പക്ഷെ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്, നല്ലൊരു സ്കോപ്പ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു പേ ഇത്രയും കൂടുതലാന്ന് പറയുന്നത് IT സെക്ടറിൽ. അതെ, പേ കൂടുതലാണ്. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ടാക്സ്. കാരണം നമ്മൾ ഇപ്പം എന്താ പറയുക, നമ്മുടെ നാട്ടിലെ വെച്ച് ഇന്ത്യനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ശരിയാണ്, നമുക്ക് പേ സ്കെയിൽ ഭയങ്കര കൂടുതലാണ്. മേ ബി ഡബിളോ ട്രിപ്പിളോ ആയിരിക്കാം നാട്ടിലത്തെ വെച്ച് നോക്കുമ്പം. പക്ഷേ ഈ പറയുന്ന പോലെ നാട്ടിലെ നമ്മുടെ ടാക്സേഷൻ ഡിഫറെൻ്റ് ആണ്, ഇവിടുത്തെ നമ്മുടെ ടാക്സേഷൻ ഡിഫറെൻ്റ് ആണ്. കാരണം ഇവിടെ നമുക്ക് എനിക്ക് മനസ്സിലായിടത്തോളം ഒരു 50 to 54% നമ്മൾ ടാക്സ് ആയിട്ട് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. കാരണം ഒരു 20% കട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് 40% കട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ എത്ര ഹയർ സാലറി മേടിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഒരു പകുതിയോളം നമ്മൾ ടാക്സ് തന്നെയാണ് കൊടുക്കുന്നത് ഇവിടെ. ബട്ട് സ്റ്റിൽ പറയുകയാണെങ്കിൽ സ്റ്റിൽ റിച്ച് അല്ല. ടാക്സ് ഇല്ലെങ്കിൽ റിച്ച് ആണ്, ടാക്സ് ഉള്ളത് കൊണ്ട് റിച്ച് അല്ല. പക്ഷേ അത്യാവശ്യം നല്ല പേ സ്കെയിലുണ്ട്. അത് ഞാൻ പറയാച്ചാൽ ഡിപ്പെൻഡ് ഓൺ നമ്മുടെ സ്കില്ല് തന്നെയാണ്. നമ്മൾ എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ട്, കാരണം ഇപ്പം കോഡിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ കമ്പനീസ് നമ്മൾ ചോദിക്കുന്ന പൈസ തന്ന് നമ്മളെ ഹയർ ചെയ്യും. AI-ന്റെ കാര്യം പറയുമ്പോൾ AI കുറേ ജോബ് ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. ലൈക്ക് നിങ്ങളെ സോഫ്റ്റ്വെയറിൽ IT സെക്ടറിൽ തന്നെ നോക്കുമ്പം കുറേ ജോബ് ടേക്ക് ഓവർ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അതൊരു മിത്താണോ അതോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇപ്പം AI വന്നതുകൊണ്ട് ഗുണങ്ങളും ഉണ്ടാവാം, ദോഷങ്ങളും ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ എനിക്ക് പറയാനുള്ളൂ. നമ്മളെ അപ്സ്കില്ല് ചെയ്യുക. നമ്മൾ ഇപ്പം AI വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ നാളെ എൻ്റെ ജോലി പോകുമല്ലോ എന്നുള്ളൊരു അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ്, അത് ആ വന്ന ടെക്നോളജീനെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നമ്മൾ സ്വയം ഒന്നെങ്കിൽ നമ്മുടെ കമ്പനീസ്, ഇപ്പം പല കമ്പനീസ്, ഈവൻ ഞങ്ങളുടെ കമ്പനീസ് പോലും അവർ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഇത് യൂസ് ചെയ്യാനും, AI യൂസ് ചെയ്യാനും. അതുപോലെ തന്നെ കോപൈലറ്റൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ കോഡിങ് ചെയ്യൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എത്രത്തോളം നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിലിരിക്കും. കാരണം നമ്മൾ അതിന് വേണ്ടി നമ്മുടെ ഒരു മെൻറ്റാലിറ്റി നമ്മൾ ചേഞ്ച് ചെയ്യണം. നമ്മൾ ഓക്കെ, എനിക്കിതൊക്കെ അറിയുള്ളൂ, ഞാനിതിലാണ് എക്സ്പീരിയൻസ്ഡ്, അല്ലെങ്കിൽ എനിക്കിതൊക്കെ അറിയാം എന്നും പറഞ്ഞ് അത് മാത്രം കൊണ്ട് മുന്നോട്ട് പോകാൻ നിന്നാൽ നടക്കില്ല. പക്ഷെ അതിലൊരു അഡാപ്റ്റബിലിറ്റിക്ക് ഒരു പ്രശ്നം, ലൈക്ക് ഒരു ത്രെട്ടായിട്ട് മാറും ചിലവർക്ക് AI എന്ന് പറയുന്നത്. പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ കഴിയുമോ? അത് അവർക്കൊരു ഓക്കെ ഇത് റീപ്ലേസ് ചെയ്യുന്നുള്ളൊരു ത്രെട്ട് വരുന്നില്ലേ അതിൻ്റെ AI-നെ കൊണ്ട്? അതിപ്പം എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും. ഓക്കെ, AI വന്നു, അതുകൊണ്ട് തന്നെ എൻ്റെ ജോലിയും കാര്യങ്ങളും എങ്ങനെയായിരിക്കും, എൻ്റെ ജോലി സാധ്യതകൾ എങ്ങനെയാണെന്നുള്ളൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത്, നമ്മൾ അതിൻ്റെ ഒപ്പം നമ്മൾ സഞ്ചരിക്കാൻ തയ്യാറായാൽ, നമ്മൾ അതിനെ പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്, ആ സ്കിൽസ് എങ്ങനെയാണ്, അത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോലിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കാരണം നാളെ മേലാക്കം ഇപ്പം ഒരു പോയിന്റിൽ കമ്പനീസ് പറയുവാണ് AI സർട്ടിഫിക്കേഷൻ ഉള്ളവർ, അല്ലെങ്കിൽ AI-യിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മളത് പഠിച്ചല്ലേ പറ്റുള്ളൂ. ചില കമ്പനീസ് അത് മാൻഡേറ്ററി ആക്കുമായിരിക്കും. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ പോകണം. അല്ലാതെ നമ്മുടെ സ്കിൽസ് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ജോലി പോകും. പക്ഷേ ഇന്നത്തെ ഒരു ലോകത്തിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി IT-യിൽ തന്നെ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുക. എന്തൊക്കെയാണോ വരുന്നത് അത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക എന്ന് തന്നെ. അത് ഗ്ലോബലി അങ്ങനെ തന്നെയാണ്. ലൈക്ക് പ്രത്യേകിച്ച് അയർലാൻഡ് അല്ലെങ്കിൽ യൂറോപ്പ്
അങ്ങനെ എല്ലായിടത്തും ഇതില്ല. തീർച്ചയായും, കാരണം yes. ഇപ്പം ഇൻ്റർവ്യൂവിൻ്റെ പാറ്റേൺ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ പാറ്റേൺസ് പോലും ചേഞ്ച് ആയിട്ടുണ്ട്. കാരണം ഇപ്പം ഇന്ത്യയിൽ ഇപ്പം ഞാൻ കമ്പനീസ് ചേഞ്ച് ചെയ്ത സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഒരു 2 റൗണ്ട് അല്ലെങ്കിൽ മാക്സിമം ഒരു 3 റൗണ്ട് ടെക്നിക്കൽ റൗണ്ട്സ് ആയിരിക്കും. ഡയറക്റ്റ് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ഉത്തരം പറയുന്നു, അങ്ങനെ ഒരു ഇതാണ്. അതിനുശേഷം മാനേജർ റൗണ്ട് ഉണ്ടാവും, പിന്നെ ഒരു HR റൗണ്ട്, ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പം കോഡിങ് മാൻഡേറ്ററി ആയിട്ടുണ്ട്. ഒരു കോഡിങ് റൗണ്ട് തന്നെ വന്നിട്ടുണ്ട്. അത് ഇന്ത്യയിലിപ്പം പല കമ്പനീസിലും അതൊരു മാൻഡേറ്ററി ആണ്. ഈവൻ ഞാൻ ഒരു ബാക്ക് 2018-2019 ഞാനൊരു ബാംഗ്ലൂർ ആയിരുന്ന സമയത്ത് ഞാൻ ആ ബാംഗ്ലൂർ കമ്പനിക്ക് വേണ്ടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് ഫേസ് ടു ഫേസ് ആണ് ഇൻ്റർവ്യൂ. ബട്ട് സ്റ്റിൽ അവർ എന്നെക്കൊണ്ട് കോഡ് ചെയ്യിപ്പിച്ചു. ഓക്കെ. നോർമലി ഓൺലൈൻ ആവുന്ന സമയത്തൊക്കെയാണ് കോഡിങ് ഉണ്ടായിരുന്നത്. ബട്ട് സ്റ്റിൽ അവർ എന്നെക്കൊണ്ട് കോഡ് ചെയ്യിപ്പിച്ച സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്ന് അത് അത്രയും ആയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് നൗ ഇപ്പം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടത് ആ ഒരു കോഡിങ് സ്കിൽസ് അവർ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ അയർലൻഡിൽ ഇപ്പോൾ ഏതൊരു ജോബ് ഞാനിപ്പം പോയിട്ട് ഞാനിപ്പോൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്, ഞാനിപ്പം ജോബ്സിന് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് കോഡിങ് റൗണ്ട് ആയിരിക്കും. കോഡ് റിവ്യൂസ് അല്ലെങ്കിൽ കോഡ് നമുക്ക് കുറച്ച് ഡിഫക്റ്റ് ആയിട്ടുള്ള കോഡ്സ് തന്നിട്ട് നമ്മളോട് അത് ഫിക്സ് ചെയ്യാൻ പറയുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ പറയുന്നത് കമ്പനീസിൻ്റെ പേഴ്സ്പെക്റ്റീവും മാറിയിട്ടുണ്ട്. അവർ കുറേയും കൂടെ സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിഫൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കാനാണ് അവർ നോക്കുന്നത്. ഇപ്പം ഈ സർട്ടിഫിക്കേഷൻസിൻ്റെ ഇപ്പം മാസ്റ്റേഴ്സ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് സർട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. സർട്ടിഫിക്കേഷൻസിൽ എന്താണെന്ന് ചോദിച്ചാൽ സർട്ടിഫിക്കേഷൻ ഒത്തിരി പേര് കുറേ സർട്ടിഫിക്കേഷൻ എടുക്കും. സർട്ടിഫിക്കേഷൻസ് നല്ലതാണ്, പക്ഷെ അത് നമുക്ക് തരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് HR നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ളൊരു മേ ബി അതൊരു പാത്ത് മാത്രമായിരിക്കാം സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം HR കയ്യിലൊരു 10 പേരുടെ റെസ്യൂംസ് കിട്ടിയെന്ന് വിചാരിക്കും. അതിൽ നോക്കുമ്പം ഓക്കെ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാൾക്കൊരു മുൻഗണന, അതുവരെ ഉള്ളൂ സർട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. പക്ഷെ അതിന് ശേഷം ഇൻ്റർവ്യൂ എങ്ങനെയാണ് അല്ലെങ്കിൽ വർക്ക് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും നമ്മുടെ സ്കിൽസിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ ഇരിക്കും. അപ്പം എല്ലാം ഇപ്പം ഒരു 5 വർഷത്തിന് മുന്നേത്തെ വെച്ച് നോക്കുമ്പം ഇപ്പം എല്ലാം മാറിയിട്ടുണ്ട്. നമുക്ക് കോമ്പറ്റീഷൻസ് കൂടുതലാണ്. എത്രയോ കുട്ടികളാണ് ഇപ്പം പഠിച്ചിറങ്ങുന്നത്. ഇപ്പം ഈവൻ ഫ്രഷേഴ്സ് റോളിൽ പോലും എന്തോരം കുട്ടികളാണ്. ചിലപ്പം ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് ഇൻറ്റേൺഷിപ്പ് ഓപ്ഷൻസ് ഒത്തിരി ഉണ്ട്, ഒത്തിരി അവൈലബിൾ ആണ്. ഇൻറ്റേൺഷിപ്പ് പെയ്ഡായിട്ടും അൺപെയ്ഡായിട്ടും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഒരു കമ്പനിയിൽ ചിലപ്പം 1-2 ആയിരിക്കും ഇൻറ്റേൺഷിപ്സ് അവർ ഓപ്പൺ ചെയ്യുക. പക്ഷേ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഉള്ള കുട്ടികളുടെ ആ ഒരു നമ്പർ ഇപ്പം എന്തോരം കൂടിയിരിക്കുന്നത്. കാരണം ഓരോ വർഷവും ഗ്രാജുവേറ്റ്സ് പാസ് ഔട്ട് ആവുന്ന എത്രയോ ആൾക്കാരാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, എൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്യാൻ 50 പേരുണ്ട്, 60 പേരുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അവരിലും കൂടുതൽ എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും എനിക്ക് ഉണ്ടെങ്കിലല്ലേ എനിക്കത് പറ്റുള്ളൂ. സോ നമ്മൾ സ്വയം ഈ പഠിക്കുന്നത് കൂടാതെ നമ്മൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ടെക്നോളജീസ് സ്കിൽസ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഈ റെഫറലിലൂടെ ജോബ് കിട്ടുക, ചേച്ചിക്ക് ഒരാളെ റെഫർ ചെയ്തിട്ട് ജോബ് കിട്ടാൻ പറ്റുമോ? നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും, പക്ഷെ ജോബ് കിട്ടാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ റെഫറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർവ്യൂയിലേക്ക് എത്തിക്കുന്ന ഒരു ചാനലായിട്ട് മാറുമല്ലോ, അത് ഭയങ്കര വലിയ കാര്യമാണ്. അപ്പം ചേച്ചിക്ക് ഒരുപാട് പേരെ റെഫർ ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റും? പറ്റും. കാരണം ഇപ്പം നമ്മുടെ പല കമ്പനീസിലും നമുക്ക് റോൾസ് ഔട്ട് ആവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ നമുക്ക് റെഫർ ചെയ്യാം. അപ്പോൾ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ഈ ജോബ് അറിഞ്ഞത്? എന്തെങ്കിലും ഒരു എംപ്ലോയി വഴിയാണോ അതോ ലിങ്ക്ഡിൻ വഴിയാണോ ജോബ് പോർട്ടൽസ് വഴിയാണോ, അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ എംപ്ലോയി വഴിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എംപ്ലോയി ID അല്ലെങ്കിൽ എൻ്റെ ഒരു ഇമെയിൽ ID അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതുമൂലം റെഫറലാകും. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പം എനിക്ക് ഇപ്പം ഞാൻ പല കുട്ടികൾക്കും വേണ്ടി ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. HR അടുത്ത് ഞാൻ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്ത സമയത്ത് HR പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ അവരോട് ജോബ് പോർട്ടലിൽ അപ്ലൈ ചെയ്യാൻ പറയൂ. ജോബ് ഇപ്പം നോർമലി എല്ലാവരും അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ പോർട്ടലിൽ അപ്ലൈ ചെയ്യാൻ പറയൂ. അതിനുശേഷം ആരാണോ റെഫർ ചെയ്യുന്നത് ആ പേര് അവിടെ കൊടുക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പം ഞാൻ റെഫർ ചെയ്തു അല്ലെങ്കിൽ ഒരു എംപ്ലോയി റെഫർ ചെയ്തു എന്നും പറഞ്ഞാൽ ആരും എടുക്കില്ല. ഇന്റർവ്യൂയിലേക്ക് എത്തില്ല ഞാൻ ചോദിക്കുന്നത്.
ഇല്ല. കാരണം അതാ ഞാൻ പറഞ്ഞേ, നമ്മളെ കമ്പനിയിൽ ഉണ്ട്, ഇപ്പം ഞാൻ റെഫർ ചെയ്തു എന്നും പറഞ്ഞ് അതാ ഞാൻ പറഞ്ഞത്, ഇന്ത്യയിലും ഇവിടെയും വ്യത്യാസമുണ്ട്. ഓക്കെ. ഇന്ത്യയിൽ നടക്കും. അത് ഞാൻ ഉറപ്പായിട്ടും പറയാം. കാരണം ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ ഇപ്പം നമ്മുടെ ടീമിലാണ് ആ ഒരു റോള് ഉള്ളതെന്ന് വിചാരിക്കൂ. അല്ലെങ്കിൽ എൻ്റെ ഒരു അപ്പുറത്തെ ടീമിലാണ്, അവിടെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും, എനിക്കൊരു പരിചയമുള്ളൊരു കുട്ടിയുണ്ട്, അപ്പോൾ പറയൂ, HR-ൻ്റെ അടുത്ത് പറയൂ, അപ്ലൈ ചെയ്യാൻ പക്ഷെ പറയൂ. ഇവിടെ റെഫറൽ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു ഇതില്ലേ, അപ്പം അതെന്തിനാണ് ലൈക്ക്? അത് ആക്ച്വലി ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം അവർക്ക് അവർ പോർട്ടലിൽ ഇപ്പോൾ ജോബ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു അത്രയും റെസ്പോൺസ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് മെയിൽസ് വരാറുണ്ട്, റെഫറൽ ഓപ്പൺ ആയിട്ടുണ്ട്, ഇന്ന റോൾസിന് റെഫറൽസ് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, എൻ്റെ ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഒരു മിഡ് ലെവൽ ഡെവലപ്പറാണെന്ന് വിചാരിക്കും, ഒരു 3 to 5 years എക്സ്പീരിയൻസ് ആണെന്ന് വിചാരിക്കും. ആ അങ്ങനെ ഒരു റോൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫ്രണ്ടിനോട് പറയാം, എടാ ഇങ്ങനെ ഒരു റോൾ ഓപ്പൺ ആയിട്ടുണ്ട്, നീ ഒന്ന് അപ്ലൈ ചെയ്യൂ എന്ന് പറഞ്ഞ് എൻ്റെ പേര് അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി, അപ്പം അവർക്ക് റെസ്യൂമേ കിട്ടുന്നു, അവർ അതിനെ നോക്കുന്നു, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, ഇൻ്റർവ്യൂസ് ഷെഡ്യൂൾ ചെയ്യുന്നു, ഇൻ്റർവ്യൂ കഴിയുന്നു. അതിനുശേഷം ആ കുട്ടി സെലക്ട് ആയെങ്കിൽ ഞാൻ റെഫർ ചെയ്തത് കൊണ്ട് എനിക്ക് അതിനൊരു പേയ്മെൻറ്റ് തരും. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞു എന്നോ അല്ലെങ്കിൽ എൻ്റെ ഒരു എംപ്ലോയി റെഫറൽ വെച്ചു എന്നോ വെച്ചിട്ട് ഇവിടെ കിട്ടില്ല. പക്ഷെ നാട്ടിൽ നമുക്ക് ആ ഒരു പ്രൊവിഷനുണ്ട്. നമുക്ക് മാനേജേഴ്സിനോട് പറയാം, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഈ ഒരു പൊസിഷന് വേണ്ടി, ഇന്നയാൾ ഇന്നടുത്ത് വർക്ക് ചെയ്യുകയാണ്, ഇപ്പം നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർ പറയും, ഓക്കെ എന്നാൽ HR-ൻ്റെ അടുത്ത് പറയും, നമുക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യും. അവിടെ നമുക്ക് കുറച്ചും കൂടെ ആക്സസ് ഉണ്ട്. നാട്ടിൽ നമുക്ക് കുറച്ചുകൂടെ ആക്സസ് ഉണ്ട്. പക്ഷെ ഇവിടെ എല്ലാം പ്രോസസ് വൈസാണ് പോകുന്നത്. കാരണം ഡയറക്റ്റ് ജസ്റ്റ് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവർ ഒരു ജോബ് റോൾ ലിസ്റ്റ് ചെയ്തു, അതിന് അവർക്ക് അത്രയും റെസ്പോൺസ് കിട്ടിയില്ല. അപ്പം അവർ എംപ്ലോയീസിനോട് പറയുവാണ്, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ റെഫർ ചെയ്യാന്നുള്ളത്. അപ്പം അതിന് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് എനിക്കൊരു പേയ്മെൻറ്റും കിട്ടും. അത്രയേ ഉള്ളൂ. പേയ്മെൻറ്റ് കിട്ടും. പേയ്മെൻറ്റ് കിട്ടും. മോർ റിച്ച്. അതെ. അത് വൺ ടൈം പേയ്മെൻ്റ് ആണ്. അത് അത്യാവശ്യം നല്ലതാണ്. റെഫറൽസിനൊക്കെ അത്യാവശ്യം നല്ല പേയ്മെൻ്റ് ആണ്. മോർ ദാൻ പല റോളിനാണ് 3,000 2,000 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ബട്ട് ഹയർ സീനിയർ റോൾസ്, ഇപ്പോൾ ഒരു സൊല്യൂഷൻ ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ഒരു ടീം ലീഡ് ആർക്കിടെക്റ്റ് ലെവലിലൊക്കെ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ റെഫർ ചെയ്തിട്ട് അവർ ഇൻ്റർവ്യൂ പാസ്സായി ക്ലിയർ ചെയ്തു എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും. ആരെയും പാസ് ചെയ്യണ്ടോ? ഇല്ലില്ല. അതെ, ചോദിച്ചാലോ. അതുപോലെ തന്നെയാണ് ഈ ജോബ് ചിലവർ സ്വിച്ച് ചെയ്യണത് പറയും, ലൈക്ക് സോഫ്റ്റ്വെയറിന്ന് വേറെ ഇതിലേക്ക് മാറുക. അപ്പം അതൊരു കുറച്ച് ഒരു ഷിഫ്റ്റ് തന്നെയാണത്. അപ്പം അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്, പ്രത്യേകിച്ചും ഈ ടൈമിൽ? അത് ഇപ്പം നമ്മൾ അവിടെയും നമുക്ക് ഇന്ത്യ വെറ്റ്സ് അയർലൻഡ് അല്ല യൂറോപ്പ് എന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ നമ്മളൊരു ജോബ് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഈസിയാണ്. കാരണം ഇഷ്ടം പോലെ കമ്പനീസ് ഉണ്ട്, ഇഷ്ടം പോലെ ഓപ്പണിങ്സ് ഉണ്ട്. ഏത് സമയത്ത് നമ്മൾ സ്വിച്ച് ചെയ്താൽ പോലും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചിലപ്പം അറിയാൻ പറ്റുന്നുണ്ടാവും. നമുക്ക് ചിലപ്പം 2-3 ഓഫറൊക്കെ കിട്ടും. കാരണം നമുക്കിപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു ഓഫർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, എനിക്ക് ഓൾറെഡി ഒരു ഓഫർ ഉണ്ട്, അതിന് മുകളിൽ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും പെർസെൻറ്റേജ് കൂടുതൽ തന്നാൽ ഞാൻ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ കിട്ടും. അവിടെ നമുക്ക് ഇന്ത്യയിൽ നമുക്ക് ഒത്തിരി എന്താ പറയുക, ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാനൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഇന്ത്യയിൽ ഇപ്പം ഞാൻ എൻ്റെ കറണ്ട് ജോബിൽ നിന്ന് ഞാൻ സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 100% ഹൈക്കോടെ ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. സാലറി ഡബിളായിരിക്കും എനിക്ക് കിട്ടുന്നത്. ഒരു മിനിമം 50% ഹൈക്കിൽ എനിക്ക് വേറെ കിട്ടും. അവിടെ ഇഷ്ടം പോലെയുണ്ട്, ഇന്ത്യയിൽ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ഒരു യൂറോപ്പിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, നമ്മളൊരു ജോബ് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് ജോബിൻ്റെ ആ ഒരു നമ്പർ ഓഫ് ജോബ്സ് എന്ന് പറയുന്ന ആ ഒരു എണ്ണം തന്നെ കുറവാണ്, പൊതുവെ കുറവാണ്. അതിലേക്ക് ഇപ്പോൾ ഒരു ജോബ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്കൊരു ഇഷ്ടം പോലെ ആൾക്കാർ, ഇപ്പോൾ ഈവൻ നാട്ടിൽ നിന്ന് അയക്കുന്നവരുണ്ടാവാം, ഇവിടെ നിന്ന് തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ അയക്കുന്നവരുണ്ടാവാം. ബട്ട് അവിടെ നിന്നൊന്ന് നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇൻ കേസ് കിട്ടിയെന്ന് വിചാരിക്കും, നമുക്ക് നാട്ടിൽ പറയുന്ന പോലെ നമുക്കൊരു 50% ഹൈക്കൊന്നും ഇവിടെ കിട്ടില്ല. ഇവിടെ നമുക്ക് മാക്സിമം പോയാൽ ഒരു 10% ഹൈക്ക് അത്രയൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ.
കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന റോളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ഞാനിപ്പോൾ ഒരു മിഡ് ലെവൽ ഡെവലപ്പർ ആണെങ്കിൽ ഞാൻ നോക്കുന്ന ഒരു റോൾ എന്ന് പറയുന്നത് സീനിയർ ലെവലിലാണെന്നുണ്ടെങ്കിൽ കമ്പനീസിന് ഒരു ക്യാപ്പ് ഉണ്ടാവും. ഇപ്പം മേ ബി 70 to 90K എന്ന് പറഞ്ഞ് ഒരു ക്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അവർ മേ ബി അതിൻ്റെ ബേസ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് തരുന്നത്. ഡിപ്പെൻഡ് ഓൺ നമ്മുടെ സാലറിയും കൂടെ നമ്മുടെ ഡിപ്പെൻഡാണ്. നമുക്കിപ്പോൾ കറണ്ട് സാലറി നമുക്കിപ്പം ഏകദേശം ഒരു 65 ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടെ കൂടുതൽ തരും. ഒരു 10% നമുക്ക് 10%, 15% മാക്സിമം അത്രേ തരുവത്തുള്ളൂ. എല്ലാവരും ആ ക്യാപ്പിൻ്റെ ഒരു തുടക്കമേ തരുള്ളൂ. ഓക്കെ. അവർ പറയുന്ന ഇവർക്കൊരു ക്യാപ്പ് ഒരു 70 to 90 ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും 90 ഒന്നും തരില്ല. നമുക്ക് ആ ഇതിൻ്റെ സ്റ്റാർട്ടിങ് സാലറി ഏതാണോ അതായിരിക്കും തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിലത്തെ പോലെ ഒരു ഹ്യൂജ് ഹൈക്കൊന്നും നമുക്കിവിടെ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. നമുക്ക് മാക്സിമം ഒരു 10,000, ഒരു 15,000 അങ്ങനെയൊക്കെയാണ് നോർമൽ കേസസിൽ. പക്ഷെ ഒത്തിരി കിട്ടുന്നവരുണ്ട്. കാരണം നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ജോലി മാറുമ്പം എനിക്കിപ്പോൾ ഗൂഗിളിലോ മൈക്രോസോഫ്റ്റിലോ കിട്ടുന്നതെങ്കിൽ അവരുടെ പേ സ്കെയിൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവർ ഓഫ് കോഴ്സ് നമുക്ക് ചിലപ്പോൾ ഒരു 40,000-50,000 എക്സ്ട്രാ ആയിരിക്കും നമുക്ക് നമ്മുടെ സാലറിയിൽ നിന്ന് കിട്ടുന്നത്. ആ അത്രയും ഷിഫ്റ്റ് നമുക്ക് കിട്ടും, ആ ഒരു പേസ് ഷിഫ്റ്റ് നമുക്ക് കിട്ടും. പക്ഷേ നോർമൽ രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇതെന്ന് പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. പ്ലസ് എന്താ അതിൽ ടാക്സ് പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പേ സ്ലിപ്പിൽ നമുക്ക് ചിലപ്പോൾ ഒരു 200 to 500 ഒക്കെ ഒരു ഡിഫറൻസേ ഉണ്ടാവുള്ളൂ ഓവറോൾ നോക്കുമ്പോൾ. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല, നമ്മുടെ സാലറിയെ ഡബിളായി. അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ട്. തീർച്ചയായും. ഒരു ഡ്രീം കമ്പനി വർക്ക് ചെയ്യണം എന്നുള്ളത് നമുക്കൊരു എല്ലാവർക്കും ഉണ്ടാവും, ഒരു ഡ്രീം കമ്പനി വർക്ക് ചെയ്യണമെന്ന്. അപ്പം ചേച്ചി സംബന്ധിച്ചൊരു ഈ കമ്പനി എനിക്ക് വർക്ക് ചെയ്യണം, ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്യണം, ഏതായിരിക്കും ആ കമ്പനി എന്ന്, എന്തുകൊണ്ടാണത്? അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഡ്രീം ഇപ്പം ഗൂഗിള്, മൈക്രോസോഫ്റ്റ് അങ്ങനെ ഇന്നത് എന്നുള്ളതൊന്നുമില്ല. കാരണം ഇപ്പം എന്താ പറയുക, ഇപ്പം എനിക്ക് ഞാൻ ആഗ്രഹിച്ചതിലും കൂടുതലാണ് ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നത്. ഇപ്പം അലിയൻസിൽ ഞാൻ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ അത് ഭയങ്കര ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ് എനിക്ക്. കാരണം അത് ഭയങ്കര ഒരു നല്ല കമ്പനിയാണ് അലിയൻസ് എന്തുകൊണ്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓക്കെ, ഇവിടുന്ന് ഇൻ കേസ് ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ എനിക്ക് ഗൂഗിളിൽ പോകണം അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൽ പോകണം അങ്ങനെ ഇല്ല. ടെക് കമ്പനീസ്, ബിഗ് 4 കമ്പനീസ് ഏതാണെങ്കിലും ഓക്കെയാണ്. ഇപ്പം ഇങ്ങനെ ബിഗ് കമ്പനീസ് എന്ന് തന്നെ ഇല്ല. പക്ഷേ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് സ്റ്റെബിലിറ്റി, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കമ്പനിന്ന് മാത്രമേ അങ്ങനെ ഞാൻ നോക്കുന്നുള്ളൂ. അല്ലാതെ ഇന്ന കമ്പനി എന്നുള്ളൊരു അങ്ങനെ ഒരു ഇതില്ല, ഇന്നത് തന്നെ ജോലി ചെയ്യണം അങ്ങനെയില്ല. അപ്പം ഇന്ത്യയിലുള്ള IT ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഏറ്റവും ഈസി ആയിട്ട് ആക്സസിബിൾ ആയിട്ടുള്ള കമ്പനീസ് ഏതായിരിക്കും ഇവിടെ ഉള്ളത്? ലൈക്ക് ജോബ് കൊടുക്കാന്നല്ല, എന്നാലും കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, ഐ ക്യാൻ അപ്ലൈ, റെസ്പോണ്ട് ചെയ്യും, ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ജോബ് ഏതായിരിക്കും? അതിനകത്ത് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് ആക്ച്വലി. ഇപ്പോൾ ഒരു ജോബ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനീസിൽ അവർ പുറത്തേക്ക് വെച്ചാൽ യൂറോപ്പിന് പുറത്തേക്ക് അവർ ഫസ്റ്റ് ആദ്യമേ ഇപ്പോൾ ഒരു കമ്പനി ഇവിടെ ഒരു ജോബ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരാദ്യം നോക്കും ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടോയെന്ന്. ഇവിടെ ഒരാളെ കിട്ടുന്നുണ്ടോ, അതിന് ആപ്റ്റായ ഒരാളെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഒരാളെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ യൂറോപ്പിൽ സെർച്ച് ചെയ്യും. യൂറോപ്പിൽ എവിടെയെങ്കിലും ആപ്ലിക്കൻസ് ഉണ്ടോ, അങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ അവർ ഏഷ്യ, ഇന്ത്യ ആ ഒരു രീതിയിലേക്ക് അവർ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പം അലിയൻസ് ആണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഇപ്പം ആ ഒരു സമയത്ത് ഒത്തിരി പേരെ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന വർക്ക് ഡേയിലാണ്. അപ്പം ആളെ ഹയർ ചെയ്തിരിക്കുന്നത് സിംഗപ്പൂരിൽ നിന്നാണ് ഹയർ ചെയ്തിരിക്കുന്നത്. സോ ഡിപ്പെൻസ് ആണ്. കാരണം ആ റോള് വേണം, ആ റോളിന് പറ്റിയ ഒരാൾക്കാർ ഇവിടെ ഉണ്ടാവരുത്. കാരണം ഈ വിസ സ്പോൺസർഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് എന്തുകൊണ്ട് നിങ്ങൾ ഒരാളെ ഹയർ ചെയ്യുന്നു
ഇന്ന് പുറത്തുനിന്ന് വിസ കൊടുത്ത് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ ആയിക്കോട്ടെ സിംഗപ്പൂർ ആയിക്കോട്ടെ എവിടെ നിന്നാണേലും വിസ കൊടുത്ത് നിങ്ങൾ എന്തിനൊരാളെ ഹയർ ചെയ്യുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. ആ ക്വസ്റ്റ്യന് കമ്പനി ആൻസറബിൾ ആണ്. അപ്പോൾ അവർക്ക് പറയണം, ഞങ്ങളിങ്ങനെ ഒരു ജോബ് ലിസ്റ്റ് ചെയ്ത് ഞങ്ങളിവിടെ നോക്കി, അയർലൻഡിൽ നോക്കിയിട്ട് ഞങ്ങൾക്ക് ആളെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ യൂറോപ്പിൽ നോക്കിയിട്ട് കിട്ടുന്നില്ല. സോ തേർഡ് ഓപ്ഷൻ ഇന്ത്യ അല്ലെങ്കിൽ പുറത്തേക്കുള്ള രാജ്യങ്ങൾ. അങ്ങനെയാണ് എങ്കിൽ മാത്രമേ ഉള്ളൂ എന്ന്. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, പ്രോബബിലിറ്റീസ് കുറവാണ്. അതാ ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ 26 കുറവാണെന്നാണോ അതോ ഇനി തൊട്ട് കുറവായിരിക്കും എന്നാണോ പറയുന്നത്? അങ്ങനെയല്ല. ഇപ്പം ഞാൻ വന്ന ആ ഒരു വർഷം, ആ ഒരു 2 years ഞാൻ ശ്രദ്ധിച്ചതാണ്. അത്യാവശ്യം വളരെ നന്നായിട്ട് റിക്രൂട്ടിംഗ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന്. കാരണം അത് അലിയൻസ് ആയിക്കോട്ടെ, EY, അതുപോലെ തന്നെ ഇൻഫോസിസ്, വർക്ക് ഡേ, അങ്ങനെ നല്ല അത്യാവശ്യം വലിയ കമ്പനീസ് എല്ലാവരും ഒത്തിരി ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പം ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്സ് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ്. പക്ഷെ എന്നാലും നടക്കുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെയാണ് റോളിൽ അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടണമല്ലോ. തീർച്ചയായും. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓഫ് ഷോർ കൊടുക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു ചെറിയ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് കുറവായിരിക്കും. ആ ഒരു എക്സ്പീരിയൻസും കൊണ്ട് നമുക്ക് ഒരിക്കലും ഇവിടെ ഇനി അങ്ങനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് നാട്ടിലുണ്ടെങ്കിൽ ഒരു ടെക്നിക്കൽ ആർക്കിടെക്റ്റ് ലെവൽ, അല്ലെങ്കിൽ ഒരു ലീഡ് ആർക്കിടെക്റ്റ്, ഒരു മാനേജറൽ കൈൻഡ് ഓഫ് ഒരു ഹയർ, ഒരു സീനിയർ ലെവലിലുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട്, മീൻസ് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം ചെറിയ എക്സ്പീരിയൻസ് ഉള്ള എല്ലാവർക്കും ഇപ്പം കമ്പനീസ് ഇവിടെ ഹയർ ചെയ്യുന്നില്ല. ഹയറിങ് എല്ലാം സ്റ്റോപ്പാണ്. എല്ലാം ഓഫ് ഷോർ കൊടുക്കുവാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലാണ് കൂടുതൽ ഹയറിങ് വരുന്നത്. ഒരു ടഫ് സിറ്റുവേഷൻ തന്നെയാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം കുറേ പേര് ആഗ്രഹിച്ചിട്ട് എക്സ്പീരിയൻസ് പ്ലസ് ഇവിടേക്ക് വരുന്നതും, പിന്നെ നാട്ടിൽ തന്നെ കുറച്ച് എക്സ്പീരിയൻസ് ആയ ആൾക്കാർ ഇവിടേക്ക് വരാൻ നോക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചൊരു അത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പോലും ഇപ്പം ഇവിടെ നിന്ന് ഞാനിപ്പം ഈ യൂറോപ്പിലുള്ള ഇപ്പം നെതർലാൻഡ്സിലേക്കോ പോളണ്ടിലേക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടത്തില്ല. കാരണം ഞാൻ സിറ്റിസൺ ആയിട്ടില്ലല്ലോ. ഞാൻ ഇവിടെ ഒരു PR ഹോൾഡറാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പ് കിട്ടുന്നോടം വരെ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് അയർലൻഡ് മാത്രമാണ്. അത് ഭയങ്കര ടഫ് ഒരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പം നമ്മൾ സിറ്റിസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുകൊണ്ട് ഭയങ്കര യൂസ് ഉണ്ട്. കാരണം നമുക്ക് UK നമുക്ക് ജോബ് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഏതൊരു യൂറോപ്യൻ കൺട്രിയിലും ഇപ്പം ഓസ്ട്രേലിയയിലടക്കം ഒരു ടൈപ്പ് വരുന്നുണ്ടെന്ന് കേട്ടു, ലൈക്ക് നമുക്ക് 4 years വർക്ക് ചെയ്യാന്നുള്ളത്. അതെ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് നമുക്ക് കുറച്ചും കൂടെ എക്സ്പോഷർ ഉണ്ടാകും. നമുക്കൊരു സിറ്റിസൺഷിപ്പൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് അയർലൻഡ് മാത്രമല്ല, നമുക്ക് വേറെയും രാജ്യങ്ങളിലേക്ക് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ടഫാണ്. കാരണം ഇപ്പം എനിക്ക് ഇവിടെ മാത്രമല്ലേ നോക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും ആ ഒരു ജോബിൽ ഇത്രയും കോമ്പറ്റീഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ ക്ലിയർ ചെയ്ത് നമ്മൾ വരണം. അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നും പറഞ്ഞാൽ അതൊരിക്കലും നടക്കാത്ത കാര്യമല്ല. അതാ ഞാൻ പറഞ്ഞത്, നാട്ടിൽ നിന്ന് കിട്ടും. നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, അതിപ്പോൾ അയർലൻഡ് എന്നല്ല ഞാൻ പറയുന്നത്, യൂറോപ്പ്. കാരണം ഞങ്ങളുടെ കൂടെ തന്നെ വർക്ക് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സൊക്കെ കുറച്ച് പേര് നെതർലാൻഡ്സിലുണ്ട്, കുറച്ച് പേര് പോളണ്ടിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നാട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ളത് തന്നെയാണ്. ചാൻസസ് ഉണ്ട്. ചേച്ചി ഇവിടുന്ന് മൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാൻസ്, എന്തെങ്കിലും ബെറ്റർ ഓപ്ഷൻസ്? ഇല്ല, തൽക്കാലം ഇല്ല. അയർലൻഡ് കാരണം അങ്ങനെയല്ല. നമ്മൾ എൻ്റെ യൂറോപ്പ് നോക്കുമ്പം ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് എന്ന് പറയുന്നത് അയർലൻഡും UK ആണ്. സോ ഓഫ് കോഴ്സ് നമുക്ക് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസും കുറച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഈസിയർ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് അയർലൻഡ് ആൻഡ് UK തന്നെയാണ്. അപ്പം നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും. കാരണം ഇപ്പം നെതർലാൻഡ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പോളണ്ട് ആയിക്കോട്ടെ, നമ്മൾ എവിടെ പോയാലും, വേറെ ഏത് യൂറോപ്യൻ കൺട്രീസിൽ പോയാലും നമ്മൾ അവിടുത്തെ ഭാഷ പഠിക്കണം.
ലാംഗ്വേജ് തീർച്ചയായും, ഭയങ്കര തീർച്ചയായും. ഇമ്പോർട്ടൻ്റ്. കാരണം എൻ്റെ കൂടെ എന്നോട് മിങ്കിൾ ചെയ്യാനും കുറച്ചും കൂടി ടഫ് ആയിരിക്കും എന്നറിയാം. കാരണം ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ആക്ച്വലി ജർമ്മനിയിലുണ്ട്. അപ്പോൾ അവർക്ക് ഡയറക്റ്റ് കിട്ടിയതാണ്. ഇതുപോലെ തന്നെ എന്നെ പോലെ തന്നെ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് കിട്ടിയതാണ്. പക്ഷെ 1 ഇയർ കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ജർമ്മൻ പഠിക്കണം. ജർമ്മൻ എനിക്ക് തോന്നുന്നു B1 ഇത് CO ഏതോ പ്രൊഫഷൻസി ലെവൽ ഉണ്ട്, അത് പാസ്സാവണം എന്ന് കമ്പനീസ് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു 1 ഇയർ ഓക്കെ ആയിരിക്കും, ഇംഗ്ലീഷ് വെച്ചിട്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നോർമലി IT കമ്പനീസിൽ നമുക്ക് ഇംഗ്ലീഷ് ഓക്കെ ആണ്, പ്രശ്നമില്ല, ലാംഗ്വേജ് അത്രയും വരുന്നില്ല. ബട്ട് സ്റ്റിൽ ബാക്കി യൂറോപ്യൻ കൺട്രീസ് അവരുടെ ലാംഗ്വേജ് മാൻഡേറ്ററി ആക്കുന്നുണ്ട്. ആഫ്റ്റർ 1 ഇയർ ഇപ്പോൾ അവളുടെ അടുത്ത് പറഞ്ഞു എക്സാംസ് എഴുതണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അത് പഠിക്കുന്നു, എക്സാം എഴുതുന്നു, അങ്ങനെയാണ്. അയർലാൻഡ് UK-യും സേഫ് ആണ് നിങ്ങൾക്ക്? അതെ. അല്ല, അത് ഭയങ്കര ഒരു നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് വേറെ ഒന്നും പഠിക്കണ്ടല്ലോ. ലാംഗ്വേജസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളത് വേറെ യൂറോപ്യൻ കൺട്രീസിൽ പോകുമ്പോഴേ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. കാരണം എഴുതി വെച്ചിരിക്കുന്നത് ഇംഗ്ലീഷിൽ പല കൺട്രീസിൽ. ഇപ്പം ഞാൻ കുറച്ച് കൺട്രീസ് ഞാൻ ട്രാവൽ ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണ്. കാരണം നമുക്കവിടെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് ഇംഗ്ലീഷ്, നോർമലി എന്ത് എഴുതി വെച്ചാലും അതിൻ്റെ അടിയിൽ ഒരു ഇംഗ്ലീഷിൽ എഴുതി വെക്കും എന്താണ് എന്നുള്ളത്. പക്ഷെ അതുപോലും ഇല്ലാത്ത പല രാജ്യങ്ങളും ഉണ്ട്. അപ്പം ഭയങ്കര കഷ്ടപ്പെടും. ഞങ്ങൾ അവസാനം ഗൂഗിൾ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പല കൺട്രീസിലും നമ്മൾ അതെന്താണെന്നൊന്ന് മനസ്സിലാക്കിയെടുത്തത്. അപ്പോൾ അത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് തന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് ചുമ്മാ ഒന്ന് പോയിട്ട് വരാനൊക്കെ ഓക്കെയാണ്. പക്ഷെ നമ്മൾ അവിടെ സ്റ്റേ ചെയ്ത് നമ്മളത് നിൽക്കുക എന്ന് പറയുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അയർലൻഡും UK-യും ഭയങ്കര നല്ലതാണ് നമുക്ക് നമ്മുടെ. സത്യം, തീർച്ചയായും. ലൈക്ക് നേരത്തെ മെൻ്റൽ വെൽബീങ്ങിനെ കുറിച്ച് പറഞ്ഞു, ലൈക്ക് നമുക്ക് ഇത്ര ഹവേഴ്സ് വർക്ക് ചെയ്താൽ മതി ഇതാണെന്ന്. ചേച്ചി കുറേ പാഷൻ ആയിട്ട് കുറേ കാര്യങ്ങൾ തുടങ്ങിയ കാര്യം എനിക്കറിയാം. ലൈക്ക് അതിലൊരു കാര്യമാണ് സ്റ്റൈൽ ഹബ്ബ് എന്ന് പറയുന്നൊരു ഇത്. അതിനെക്കുറിച്ച് ലൈക്ക് ഇത്രയും സമയം കിട്ടി നമുക്ക് അത്രയും വർക്ക് ചെയ്യാൻ പറ്റും, പ്ലസ് നമ്മളെ പാഷനും കൊണ്ട് നടക്കാൻ പറ്റും. സ്റ്റൈൽ ഹബിനെ കുറിച്ച് കുറച്ച് ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് എന്താ? അത് ആക്ച്വലി ഞാൻ ജസ്റ്റ് എൻ്റെ ചെറിയൊരു പാഷൻ്റെ പുറത്ത് സ്റ്റാർട്ട് ചെയ്തൊരു ഇതാണ് സ്റ്റൈൽ ഹബ് എന്ന് പറയുന്നത്. അത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബനാറസി. കാരണം ബനാറസി ടൈപ്പ് സിൽക്ക് ആൻഡ് ഓർഗാൻസ സാരീസ്, അതാണ് ഞാൻ സ്റ്റൈൽ ഹബിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ സ്റ്റൈൽ ഹബിൻ്റെ കൂടെ, സ്റ്റൈൽ ഹബ് പറയുമ്പം അതിൻ്റെ കൂടെ തന്നെ പറയേണ്ടതാണ് അഡോറ ബൈ MJ. ഞാനും ഞാനും എൻ്റെ ഫ്രണ്ട് ആളും IT-ൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്റ്റാർട്ട് ചെയ്തതാണ് അഡോറ ബൈ MJ. അത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ മിനിമൽ ജ്വല്ലറി, നമ്മുടെ മിനിമലായിട്ടുള്ള ജ്വല്ലറീസിൻ്റെ നമ്മളെന്നും ഓഫീസിൽ പോകുന്നവരൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഡേ ടു ഡേ യൂസിന് വേണ്ടിയുള്ള മിനിമൽ ജ്വല്ലറി, അതുപോലെ നമ്മുടെ ഫങ്ഷൻസ് എന്തെങ്കിലും വരുമ്പം ട്രഡീഷണൽ ആയിട്ടുള്ള ജ്വല്ലറി, അങ്ങനത്തെ ഒരു ചെറിയൊരു ജ്വല്ലറി സ്റ്റോറാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറും എൻ്റെ പേഴ്ണറും എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്യണത്? അത് ഇവിടെ ആയതുകൊണ്ടാണോ ബാലൻസ് ചെയ്യണത്? തീർച്ചയായിട്ടും ഇവിടെ ആയതുകൊണ്ടാണെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം ഞാൻ പണ്ട് വർക്ക് ചെയ്തിരുന്ന സമയത്ത് അത് എനിക്ക് ഒരു പോയിന്റിൽ എനിക്ക് ഞാൻ രാവിലെ വർക്കിന് ഒരു നോർമലി 9 to 6 ആണ് ഇന്ത്യയിലെ നോർമൽ ടൈമിങ്. പക്ഷേ ഞാൻ അവിടെ ഇരുന്ന് 10 മണി 11 മണി അങ്ങനെ ഞാൻ ആ ദിവസം 4 മണി വരെ ഇരുന്ന ദിവസമുണ്ട്. കണ്ടിന്യൂസ് സ്ട്രെച്ചിൽ 4 മണി വരെ ഇരുന്ന്, കാരണം നമുക്കൊരു സാധനം കിട്ടുന്നില്ല. അപ്പോൾ അതെന്താണ് ആ ഇഷ്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാതെ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് അത് പിന്നെ ഈ പറഞ്ഞ പോലെ ടാർഗറ്റ് ഉണ്ട്, മീൻസ് ആ ഒരു ടൈം ഫ്രെയിം ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സ്പ്രിൻറ്റിൽ നമുക്കത് തീർക്കണം. അപ്പം നമുക്ക് അതെല്ലാം കൂടെ നമ്മുടെ ഉള്ളിൽ വരും. അയ്യോ ഇത് തീർന്നില്ലല്ലോ, ഇതെന്ത് പറ്റി, ഇത് കിട്ടുന്നില്ലല്ലോ, ഇതെന്താണ്. അങ്ങനെ നോക്കി 4 മണിയായി. എന്നിട്ട് എനിക്ക് തോന്നുന്നു 7 മണിയായപ്പോൾ വീണ്ടും എഴുന്നേറ്റു. ജസ്റ്റ് 2 or 3 hours സ്ലീപ്പാണ് ഞാൻ കൊടുത്തത്. അങ്ങനെ ഒരു 2-3 days കണ്ടിന്യൂസ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സ്ട്രെസ് ഹെഡേക്ക് വന്നു. എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട സിറ്റുവേഷൻസ് വന്നു. സോ ഞാൻ പറയുന്നത്, പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പം അത് ശരിയായി.
ബട്ട് അതിനുശേഷം എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ ഒരിക്കൽ എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും നാട്ടിലാണെങ്കിൽ എനിക്ക് വിത്ത് ജോലിയുടെ കൂടെ ഇത് ഇത്ര ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പം കുറച്ച് ഈവൻസിലൊക്കെ ഞാൻ പാട്ടാവുന്നുണ്ട്. തീർച്ചയായും. അപ്പം അങ്ങനെയൊന്നും ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നമ്മൾ ഫുള്ളി, കാരണം നമുക്കൊരു ഫാമിലി ലൈഫ് ഉണ്ട്. അപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫാമിലി അതുമായിട്ട് മാത്രമേ നമുക്ക്. ചേച്ചി ഇവിടുത്തെ എല്ലാ ഇവൻസിലും ലൈക്ക് ഭയങ്കര ആക്റ്റീവ് മെമ്പറാണ്. അപ്പം അത് ഭയങ്കര കാര്യമാണ്. ഒരു ഇവൻറ്റ് കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. അതിൻ്റെ എഫേർട്ട് ഞാൻ പേഴ്സണലി ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. എല്ലാ എഫേർട്സും എടുത്ത് ചേച്ചി എൻ്റെ ബാക്ക് എൻഡിൽ നിന്നിട്ട് ആയാലും എന്താ പറയുക ഭയങ്കര എഫേർട്ടാണ് നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത്. അത് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. അത് ഇതിൻ്റെ ഒക്കെ ഒരു പാർട്ടാണെന്നാണ് ഇപ്പം എത്രയോ പേർക്ക് കിട്ടുന്ന അവസരങ്ങൾ ലൈക്ക് ചിലർ കിട്ടുന്നില്ല. നമ്മുടെ നാട്ടിലാകുമ്പം പങ്കെടുക്കണമെന്നുണ്ട്. ബട്ട് ചേച്ചി അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്യണത്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. കാരണം എനിക്ക് നാട്ടിലായിരുന്ന സമയത്താണെങ്കിലും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് ഇങ്ങനത്തെ ഈവൻറ്റ്സ് ആണെങ്കിലും ഇപ്പോൾ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഈവൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു ഞാൻ പൊതുവെ. അപ്പോൾ അവിടുന്ന് ഇവിടെ വന്ന് കഴിഞ്ഞപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ നമുക്ക് ഓഫീസിൽ നിന്ന് ടൈം കിട്ടും. പക്ഷെ അതിന് പുറമേ നമുക്ക് നമ്മുടെ ഫാമിലി ലൈഫിന് പുറമേ നമുക്ക് ഇതുപോലെ എക്സ്ട്രാ കാര്യങ്ങൾക്ക് ചെയ്യാനുള്ളൊരു പൊതുവേ നമുക്ക് അതിനുള്ളൊരു അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. നമുക്ക് ചിലപ്പം കുറച്ച് സമയം ചിലപ്പോൾ സ്പെൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇത്രയും ഇതായിട്ടൊന്നും നമുക്ക് പറ്റത്തില്ല. ഇല്ല, ഞാൻ ചേച്ചി പുൾ ഓഫ് ചെയ്തത് വലിയ വലിയ ഇവൻറ്റ്സ് ആണ്. അതെ, നമ്മൾ വിറ്റ്നസ് ചെയ്ത് തന്നെയാണത്. അപ്പം അതാ ഞാൻ പറയണം. അപ്പം അത്രയും വർക്ക് ലൈഫ് ബാലൻസ് അത്രയും അതെ, അത് തീർച്ചയായിട്ടും അത് ഇവിടെ ആ വർക്ക് ലൈഫ് ബാലൻസ് എനിക്ക് എൻ്റെ കമ്പനിയിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. കാരണം അല്ലായിരുന്നെങ്കിൽ എനിക്ക് ഒട്ടും പറ്റത്തില്ല. കാരണം നമുക്ക് ചിലപ്പം ഇങ്ങനത്തെ ഈവൻസിന് ഇപ്പം ജസ്റ്റ് ആ ഈവൻറ്റ് കാണുന്ന ആ ഒരു ദിവസം അല്ലല്ലോ, ഇതിന് പുറമെ എത്ര ഇപ്പം നമ്മൾ ഇപ്പം മിസ് കേരള ആയിക്കോട്ടെ, ഇപ്പോൾ ഈ വരുന്ന മിസ് ഇന്ത്യ യൂണിവേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ യൂറോപ്പ് സ്റ്റാർ സിംഗർ ആയിക്കോട്ടെ, ഈ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ഈവൻറ്റ് നമ്മൾ കാണുന്ന ആ ഒരു ദിവസമാണെങ്കിലും ഇതിന് പിന്നിലുള്ള എഫേർട്ട് എന്ന് പറയുന്നത് നമ്മൾ മാസങ്ങളായിട്ട് ഒരു 6-7 months മുന്നേ നമ്മൾ ഇതിൻ്റെ എഫേർട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം അതിന് നമുക്ക് പ്ലാനിങ് ആണെങ്കിലും എല്ലാത്തിനും നമുക്ക് ലീവ് വേണം. നമ്മൾ ഓൺ ടൈം നമ്മൾ പല കാര്യങ്ങളും ചെയ്ത് തീർക്കണം. കുറേ കാര്യങ്ങൾ ബാക്ക് എൻഡിൽ ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ടതാണത്. ലൈക്ക് അത് പുൾ ഓഫ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞ് പറയാൻ എളുപ്പമാണ്. അത് ഞങ്ങൾ അത് ഇതായി, ബട്ട് ബാക്കിലൊരു വലിയ ശക്തിയായി. അത് ഇപ്പൊ ഒരിക്കലും എന്നെ കൊണ്ട് മാത്രം പറ്റില്ല. അത് അതിൻ്റെ കൂടെയുള്ള ബാക്കി കോർഡിനേറ്റേഴ്സ് ഭയങ്കരമായിട്ടും അത് ആക്ച്വലി മെയിൻലി ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരാളെ കൊണ്ട് ഒരിക്കലും പുൾ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ ബിഗ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നമുക്കൊരു കോർ ടീം ഉണ്ട്. ഇതിന് ഫുൾ സപ്പോർട്ടായിട്ടുള്ള നമുക്ക് ഒരു കോർ ടീം ഉണ്ട്. ആ കോർ ടീമിൻ്റെ സപ്പോർട്ടോടുകൂടി മാത്രമാണ് നമുക്കിങ്ങനെ ഇപ്പം ഈ 3-4 ഇവൻറ്റ്സ് ആണെങ്കിലും അത് ഭയങ്കര സക്സസ് ആയിട്ട് നമുക്കതിനെ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ കമ്പനിയിൽ നിന്ന് തരുന്ന വർക്ക് ലൈഫ് ബാലൻസും എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് അങ്ങനെ ഒരു വർക്കിൽ സ്ട്രെസ്ഡ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ഫാമിലി ലൈഫിനെ വരെ എഫക്റ്റ് ചെയ്യും. കാരണം നമുക്ക് വർക്കിൽ ഉണ്ടാവുന്ന ആ ഒരു സ്ട്രെസ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ വീട്ടിലായിരിക്കും തീർക്കുന്നത്. അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ പുറത്തു പോയി നമുക്കിങ്ങനെ പ്രശ്നമില്ല ഇല്ല അപ്പോൾ ഇങ്ങനെ നമുക്ക് പുറത്ത് പോയി നമുക്ക് ഇങ്ങനെ ഇവൻറ്റ്സ് ഒന്നും ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് പറ്റില്ല. നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റ് അങ്ങനെ ആവില്ല. സോ ഓഫ് കോഴ്സ് നമ്മതെല്ലാം നമുക്ക് ഇവിടെ ആവുന്നത് കൊണ്ടും ഇവിടുത്തെ വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടും അതുപോലെ തന്നെ നമുക്ക് അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഒരു കോർ ടീം ഉള്ളത് കൊണ്ടുമാണ് നമുക്കിങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം കൂടെ എന്നും നമ്മുടെ കൂടെ നിൽക്കുന്നവർ നല്ലതാണെങ്കിലല്ലേ നമുക്കൊരു പ്രോഗ്രാം ആണെങ്കിൽ എന്താണെങ്കിലും നമുക്കത് സക്സസ് ആക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കൂടെ നിൽക്കുന്നവരിൽ കാര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യമില്ല, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബെസ്റ്റ് നമ്മുടെ കൂടെ ഉള്ളവരെല്ലാവരും ഒരേ എയിമോട് കൂടി ആ ഒരു പ്രോഗ്രാം നല്ലതാവണം എന്നുള്ള രീതിയിൽ എയിം ചെയ്ത് നിന്നാൽ മാത്രമേ ആ ഒരു പ്രോഗ്രാം ഇതാക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും. അപ്പോൾ ഓഫ് കോഴ്സ് എൻ്റെ ടീമിന് തന്നെയാണ് ഞാൻ ആ ഒരു ക്രെഡിറ്റ് കൊടുക്കുന്നത്. എനിക്ക് ക്രെഡിറ്റ് വേണ്ട. അപ്പം അയർലാൻഡിൽ വന്നത് ഏറ്റവും നല്ലൊരു ഡിസിഷൻ തന്നെയാണ് എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ചേച്ചി ഭയങ്കര ഹാപ്പിയാണ്.
പിന്നെ അതുപോലെ തന്നെ ഈ 2026 IT ജോബിൻ്റെ സ്കോപ്പും അതുപോലെ ഒരുപാട് പേര് വരാൻ ഇവിടെ ആഗ്രഹിക്കുന്നതും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആൾക്കാർക്കും ഇതും കണ്ടു കഴിഞ്ഞാൽ വളരെ ഒരു എന്താ പറയുക ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ആൻഡ് ഓൾ ദ ബെസ്റ്റ് എന്നാണ് സ്റ്റൈൽ ഹബിനും പിന്നെ അഡോറ. അഡോറ മോർ റിച്ചർ ആവട്ടെ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഷോയെ പറ്റി? താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഇങ്ങനൊരു പ്ലാറ്റ്ഫോം എനിക്ക് കിട്ടിയത് കാരണം ഞാൻ ഗോ ത്രൂ ചെയ്തത് എന്താണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു കരിയർ ജേർണി എങ്ങനെയായിരുന്നു, ഞാൻ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു, അതിനെക്കുറിച്ചൊക്കെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മുടെ എൻ്റെ ഈ ഒരു ജേർണി അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ജേർണി എക്സ്പീരിയൻസ് മൂലം കുട്ടികൾക്ക് ആർക്കെങ്കിലും ഒരു ഉപകാരമാകുമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര തീർച്ചയായും അതാവും. കാരണം അത്ര I'm very എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. നമുക്ക് ഷോയില് IT സെക്ടർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ അയർലാൻഡിൽ. അപ്പം ചേച്ചിനോടാണ് അങ്ങോട്ടാണ് താങ്ക്സ് പറയേണ്ടത്. നമ്മുടെ ഷോയിൽ വന്ന് ഇത്രയും ഇൻഫർമേഷൻ എന്താ പറയുക നമുക്ക് തന്നതിനും വ്യൂവേഴ്സിന് ഒരുപാട് ഹെൽപ്ഫുൾ ആവും. ഡെഫിനറ്റ്ലി താങ്ക് യു അഗെയിൻ. താങ്ക് യു. കാരണം എനിക്കിങ്ങനെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന എനിക്ക് ഫ്രെയിമെക്സിൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര താങ്ക്സ് പറയണം. കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം ഇങ്ങനത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പല വേർഷൻസിലുള്ള പല ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ പല ഇതിലുള്ള ആൾക്കാരുടെ ജേർണീസും അവരുടെ എക്സ്പീരിയൻസും നമ്മൾ ഓഡിയൻസിൻ്റെ മുൻപിലേക്ക് എത്തിക്കുന്ന ഫ്രെയിമെക്സിന് ബിഗ് സല്യൂട്ട്. Thank you. ഐ എം റിയലി ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് ഫ്രെയിമെക്സ് സ്റ്റുഡിയോസ്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പം 2026 IT ജോബ് സെക്ടറിൻ്റെ സ്കോപ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ കൂടുതൽ വീഡിയോക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക് യു. റാപ്പിംഗ് അപ്പ്. താങ്ക് യു ചേച്ചി.